സൂചിപ്പിച്ച പോലെ നമ്മുടെ ഇന്നത്തെ വാല് ലൈവായിട്ട് ഇവിടെ ടെലികാസ്റ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അത് ശ്രവിക്കുന്ന നമ്മുടെ മറുനാടുകളിലുള്ള ഒരുപാട് നമ്മുടെ സ്നേഹിതന്മാർ. അള്ളാഹു എല്ലാവർക്കും അള്ളാഹു തആല അവൻ്റെ പൊരുത്തവും അവൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ റിളാവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ബഹുമാനപ്പെട്ട ഖാസിമി ഉസ്താദ് സമയത്തിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ചായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. ഏതാനും ചില വാക്കുകളെ കേൾക്കാൻ പറ്റിയുള്ളൂ. ഉസ്താദിനോട് തുടർന്ന് പറഞ്ഞേക്കണം, നിർത്തരുതെന്ന് പറഞ്ഞപ്പോഴേക്കും അത് പറയാൻ ഒരുമ്പെട്ടപ്പോഴേക്കും നിർത്തൽ കഴിഞ്ഞിരുന്നു. വലിയൊരു ഉപദേശമാണ് നിങ്ങൾക്ക് നൽകിയത് നമ്മളെല്ലാവർക്കും. സമയം വെറുതെ കൊന്നു തീർക്കരുത്. സമയം ചെലവഴിക്കാൻ പല മാർഗങ്ങളും ഉണ്ടാകാം. പക്ഷേ മുസ്ലിമായ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കാര്യഗൗരവത്തിൽ കാര്യങ്ങളെ സമീപിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ. യഹ്യ നബിയെ, അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന കിതാബ്, അല്ലാഹുവിന്റെ നിയമങ്ങൾ ബിഖുവ, വളരെ ശക്തിയായി തന്നെ നിങ്ങൾ പിടിക്കണം എന്ന് അല്ലാഹു തആല യഹ്യ നബിയോട് ഉപദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മറിയമിൽ കാണാൻ കഴിയും. അല്ലാഹുവിന്റെ നിയമങ്ങൾ സ്വീകരിക്കുന്നത് ബിഖുവ, ആലസ്യത്തോടെയല്ല, അലംഭാവത്തോടുകൂടെയല്ല, നല്ല ഉന്മേഷത്തിലും നല്ല ആവേശത്തിലും നിങ്ങൾ ദീനീ കാര്യങ്ങൾക്ക് മുന്നിട്ട് വരണം എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. എത്രയോ ഫഖീഹുമാർ, നമ്മുടെ ഫുഖഹാ, ജീവിതകാലത്ത് ഹരീസ എന്ന് പറയുന്ന ഒരു ഭക്ഷണമുണ്ടല്ലോ, ഗോതമ്പും ഇറച്ചിയൊക്കെ കൂട്ടിയിട്ട് അറബികൾ ഉണ്ടാക്കുന്ന ആ സാധനം ഇപ്പോൾ കിട്ടണമെങ്കിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ വരണം. ഉണ്ടാക്കാറുണ്ടല്ലോ. ഫുഖഹാ പറഞ്ഞിട്ടുണ്ട്, എത്രയോ വർഷങ്ങളായി ഒരു ഹരീസ വാങ്ങിച്ച് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട്, പക്ഷേ ആ ഹരീസ വിൽക്കപ്പെടുന്ന സമയത്ത് ദർസ് നടക്കുന്ന സമയമായിരിക്കും. ഇപ്പൊ ക്ലാസ് വിട്ടു പോകാൻ വയ്യാത്തത് കൊണ്ട് വർഷങ്ങൾ കുറേയായി അത് വാങ്ങി കഴിക്കാൻ പറ്റിയിട്ടില്ല. അതിനർത്ഥം നമ്മുടെ പ്രിഫറൻസ്, എന്തിനാ നമ്മൾ മുൻഗണന നൽകുന്നത് എന്നതാണ് വിഷയം. പ്രയോറിറ്റി ജീവിതത്തിൽ ആവശ്യമാണ്. ഉസ്താദ് പറഞ്ഞ പോലെ 4 പത്രം വായിച്ചാലോ 5-8 ചാനൽ കണ്ടാലോ സമയം തീർന്നേക്കും. പക്ഷെ നമ്മൾ അങ്ങനെയാണോ തീർക്കേണ്ടത്? മഹാനായ മുസ്ലിം റഹ്മഹുല്ലാഹ് അവരുടെ സ്വഹീഹിൽ യഹ്യ ഇബ്നു അബീ കസീർ തങ്ങളുടെ ഒരു ഉദ്ധരണി ഉദ്ധരിക്കുന്നുണ്ട്. ലാ യനാലുൽ ഇൽമ ബിറാഹത്തിൽ ജിസ്ം. ശരീരത്തിന് ആശ്വാസം ഉണ്ടായിട്ട് ഇൽമ പഠിക്കാൻ പറ്റൂല. വഖദ് ഖീൽ മൻ തലബ الراحة തറക الراحة. ആർക്കെങ്കിലും റാഹത്ത് വേണമെന്നുണ്ടെങ്കിൽ ചില റാഹത്തുകൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ഒരുപാട് അധ്വാനം ചെയ്യുമ്പോഴാണ് നമുക്ക് പിന്നീട് ആശ്വാസം ഉണ്ടാവുക. ഇന്ന് ഷോർട്ട് കട്ടിലൂടെ വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ വഴിയുണ്ടോ എന്നതാണ് നമ്മളൊക്കെ ആലോചിക്കാറുള്ളത്. അങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഇല്ല തന്നെ. വലിയ അധ്വാനം ഏതൊരു പ്രവർത്തനത്തിന്റെയും പിന്നിൽ ആവശ്യമാണ്. ഒരുപാട് അധ്വാനിക്കേണ്ടി വരും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീനയിൽ ജീവിച്ചത് മസ്ജിദുൻ നബവിയുടെ അരികത്തായിരുന്നില്ല. ഫി അആലിൽ മദീന, മദീനയുടെ ഉയർന്ന മലകളുള്ള പ്രദേശമുണ്ട്. ഉഹദിന്റെ സൈഡല്ല, മറ്റു ഭാഗങ്ങൾ, തെക്ക് വശങ്ങളിൽ മലകളുണ്ട്. ആ അആലിൽ മദീനയിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്നത്. ഉമർ തങ്ങൾ
അൻസ്വാരികളിൽപ്പെട്ട മറ്റൊരു സുഹാബിയോട് അയൽപക്കക്കാരുമായി ഒരു അഗ്രിമെന്റിലായിരുന്നു. രണ്ടുപേർക്കും മസ്ജിദ് നബവിയിൽ പോയി വഅദ് കേൾക്കാൻ സമയമുണ്ടാവില്ല, സാധിക്കണമെന്നില്ല. തന്റെ അയൽക്കാരനായ അൻസ്വാരിയായ സുഹാബി ഔസ് ഇബ്നു ഖൗല റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്ത്, ഒരു ദിവസം ഞാൻ പോയി നബിയുടെ ദർസ് കേൾക്കും. അന്ന് നിങ്ങൾ എന്റെ കന്നുകാലികളെ, എന്റെ ഒട്ടകത്തെ, ആടുകളെ നിങ്ങൾ മേക്കാൻ കൊണ്ടുപോവുക നിങ്ങളുടെ ആടിന്റെ കൂടെ. പിറ്റേ ദിവസം നിങ്ങളുടെ ആടുകളൊക്കെ ഞാൻ കൊണ്ടുപോകാം, നിങ്ങൾ വാള് കേൾക്കാൻ വേണ്ടി പോവുക. അങ്ങനെ നബി തങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് പറഞ്ഞുതരാം. പിറ്റേന്ന് ഞാൻ പോകും, ഞാൻ കേട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? എപ്പോഴും നമ്മുടെ തൊഴിലും നടക്കും, അള്ളാഹുവിന്റെ റസൂലിന്റെ അരികത്ത് പോയി ഇൽമു പഠിക്കുക എന്ന പഠനവും നടക്കും. എത്രയോ കച്ചവടക്കാർ അങ്ങനെയാണ്. ഒരു വാള് കേൾക്കാനോ ഇൽമു പഠിക്കാനോ സമയമല്ല. എന്ത് ചെയ്യണം? ഒരല്പം ഓൾട്ടർനേറ്റീവായിട്ട് ഒരാളെ ഏൽപ്പിച്ച്, ഇതാ ഇന്ന് വാള് കേൾക്കാൻ ഞാൻ പോവാണ്, ഈ നാളെ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. അപ്പോ ഇൽമിന് വേണ്ടി നമ്മുടെ കച്ചവടവും നമ്മുടെ തൊഴിലും ഒരു പക്ഷേ ഒരൽപ്പ നേരത്തേക്ക് നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും. എങ്കിൽ പോലും സമയം ഗൗരവത്തിലാണ് ചെലവഴിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയായിരുന്നു ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദി റഹ്മത്തുള്ളാഹി അലൈഹി അവർ പറയുമായിരുന്നു, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രയാസമുള്ള സമയം ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയമാണ്. എന്തെന്ന് ചോദിച്ചു? ആ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ഒരു ഹദീസ് നോക്കാനോ ഒരു ഖുർആൻ ഓതാനോ ഒരു ഇൽമു പഠിക്കാനോ ഒന്നും ഇത് ചവച്ചിറക്കി തീരുന്നവരെ വേറൊരു പണിയും നടക്കൂലല്ലോ. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയം എനിക്ക് ഏറ്റവും ഭാരമുള്ള സമയമാണ്. ഇന്നത്തെ കൾച്ചർ എങ്ങനെയാണ്? റെസ്റ്റോറന്റുകളിൽ അല്ലെങ്കിൽ കഫേകളിൽ ഇരുന്ന് മണിക്കൂറുകളോളം വർത്തമാനം പറഞ്ഞ് ഭക്ഷണം കഴിക്കുക. ഒരു ജോലി അതാ, ഭക്ഷണം കഴിക്കുക. തീരുമ്പോഴേക്ക് 2 മണിക്കൂർ, 1.5 മണിക്കൂർ, 1 മണിക്കൂർ. എന്താ ചെയ്ത പണി? ഒന്നുമില്ല, ഭക്ഷണം കഴിക്കുന്നേ. അത് ആസ്വദിച്ച് കഴിക്കുകയാണ് പോലും. ഇങ്ങനെ ആസ്വദിക്കാൻ എന്നാൽ ഒരു ജീവിതത്തിൽ ഒരു ദിവസം എത്ര മണിക്കൂറുകൾ നഷ്ടപ്പെടും? ഉലമ അങ്ങനെ ഗൗരവത്തിലാണ് ഇതൊക്കെ കാണുന്നത്. നമ്മളുടെ ഒരു ദിവസത്തെ ഇന്ന് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഒരു കല്യാണത്തിന് പോയി എന്നാ പറയണ്ടാവുക, ഒരു സൽക്കാരത്തിന്. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ 10-12 മണിക്കൂർ എങ്ങനെ ചെലവഴിച്ചു കല്യാണത്തിലോ? നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ സമയം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടോ? മഹാനായ ഉബൈദ് ഇബ്നു യഈസ് റളിയല്ലാഹു അൻഹു അവർ പറയുന്നുണ്ട്, 30 വർഷക്കാലം ഞാൻ സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ എന്റെ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഉബൈദ് ഇബ്നു യഈസ് റഹ്മഹുല്ലാഹ് രാത്രി ഭക്ഷണം കഴിക്കേണ്ട സമയമാകുമ്പോ പെങ്ങൾ വന്നിട്ട് വായയിൽ ഇങ്ങനെ ഭക്ഷണം വെച്ചു കൊടുക്കും. അതിങ്ങനെ ചവക്കുന്ന നേരത്ത് ഹദീസ് എഴുതിക്കൊണ്ടിരിക്കും, കിതാബ് എഴുതിക്കൊണ്ടിരിക്കും. അങ്ങനെ 30 വർഷം ഞാൻ എന്റെ കൈ കൊണ്ട് കഴിക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് എന്റെ പെങ്ങൾ സഹായിച്ചതുകൊണ്ട് ആ ഭക്ഷണം കഴിക്കുന്ന നേരവും ഞാൻ കിതാബ് രചനയിലായിരുന്നുവെന്ന് മഹാനായ ഉബൈദ് ഇബ്നു യഈസ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം നവവി തങ്ങളുടെ തന്നെ അനുഭവം അങ്ങനെയാണ്. അല്ലാമ നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഉമ്മ, മോനെ ഭക്ഷണം കഴിക്കേ, 40 വയസ്സായപ്പോ വഫാത്തായ മഹാനാ നവവി റളിയല്ലാഹു അൻഹു, മോനെ ഭക്ഷണം കഴിക്കുന്നു പറയും. ഉമ്മ, ഈ ഹദീസ് ഒന്ന് തീരട്ടെ, എന്റെ ഫിഖ്ഹിന്റെ ഈ ചർച്ചയൊന്ന് അവസാനിക്കട്ടെ, ഞാൻ ഈ എഴുതി വെച്ചുകൊണ്ടിരിക്കുന്നത് തീരട്ടെ എന്ന് പറയും. പാതിരവരെ കാത്തിരിക്കും. അതിൻ്റെ ഇടയിൽ ഉമ്മ വായിലേക്ക് എന്തെങ്കിലും ചെറിയ ഭക്ഷണങ്ങൾ ഇങ്ങനെ വായിലേക്ക് വെച്ചു കൊടുക്കും. അപ്പൊ അത് കഴിക്കും. അങ്ങനെ കിതാബ് രചന കഴിഞ്ഞ് ഉമ്മയോട് ചോദിക്കും, ഉമ്മ ഭക്ഷണം ഉണ്ടോ, ഞാൻ കഴിച്ചോട്ടെ? പറയും, മോനെ നിങ്ങളുടെ വായിലേക്ക് ഞാൻ വെച്ച് തന്നല്ലോ. നബി റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. മെയിൻ ലക്ഷ്യം ഭക്ഷണം കഴിക്കലല്ല. നമ്മുടെ മെയിൻ ലക്ഷ്യം ഇൽമിന് വേണ്ടി, ദീനിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി സമയം ചെലവഴിക്കലാണ്. ഇങ്ങനെ ഒരു സീരിയസ്നെസ്, കാര്യങ്ങളെ ഗൗരവത്തിലെടുക്കുന്ന ഒരു സമീപനം മുസ്ലിം ഉമ്മത്തിൽ കാണണം എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ സമയവും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി അള്ളാഹു ചെലവഴിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കാര്യങ്ങളെ സീരിയസ് ആയി എടുക്കുന്നത്, സീരിയസ്നെസ്.
നമ്മുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ, അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളും വിശുദ്ധ ഇസ്ലാം നമ്മിലേക്ക് ഇംപോസ് ചെയ്തിട്ടുള്ള പല വിഷയങ്ങളും നമ്മൾ കാര്യഗൗരവത്തിൽ എടുക്കുന്നുണ്ടോ ഇല്ലയോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ ആകെയുള്ള ഒരു ഇറച്ചിക്കടയുണ്ട്, മജ്സറ. അത് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിന്റേതാണ്, ഇറച്ചി വിൽക്കുന്ന സ്ഥലം. ആ ഇറച്ചിക്കടയിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ചില സമയത്ത് ചാട്ടവാർ എടുത്തുകൊണ്ട് കാത്തു നിൽക്കും. ഏതെങ്കിലും ഒരുത്തൻ 2 ദിവസം തുടർച്ചയായി ഇറച്ചി വാങ്ങുന്നുണ്ടെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു അടിക്കും അയാളെ. 2 ദിവസം തുടർച്ചയായി ഇറച്ചി കൊണ്ടുപോവുകയാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അലാ, നിങ്ങൾ അറിയണമേ, ഇന്ന ലില്ലഹ്മി ലദറാബതൻ കദറാബത്തിൽ ഖംർ, മദ്യത്തിന്റെ ആസക്തി വരുന്നത് പോലെ മാംസത്തിനും ഒരു ലഹരിയുണ്ട് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ മാംസം കൂടുതൽ തിന്നരുതേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. ഡെയിലി ബിരിയാണി കഴിക്കാൻ, എപ്പോഴും ഇറച്ചി കഴിക്കാൻ. ഈ ചിക്കൻ ഇല്ലാതെ ഉറക്കം വരാത്തവരുണ്ട്, ഇറച്ചിയില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരുണ്ട്. നിരന്തരം വേണ്ട. ഉമർ റളിയല്ലാഹു അൻഹു അടിക്കും. ഇദാ റഅ, ബഹുമാനപ്പെട്ടവർ, റജുലുൻ ഇശ്തറാ യൗമൻ ലഹ്മൻ യൗമൈൻ മുതതാബിഈൻ, തുടർച്ചയായ 2 ദിവസം ഇന്നലെയും ഇറച്ചി വാങ്ങിച്ചു, ഇന്നും ഇറച്ചി വാങ്ങിക്കുകയാണെങ്കിൽ ഉമർ തങ്ങളുടെ നടി കിട്ടും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താ പറയാ? അലാ തവൈത ബത്നക ലിജാരിക് വബ്നി അമ്മിക്, നീ ഈ വാങ്ങുന്നതിന് പകരം ഒരു ദിവസം നിന്റെ വയറ് നിനക്കൊന്ന് കാലിയാക്കിക്കൂടെ? നിന്റെ അയൽവാസികൾക്ക് വേണ്ടി നീ അവർക്ക് വാങ്ങിച്ചു കൊടുക്ക്, അവർക്ക് വാങ്ങാൻ അവസരം കൊടുക്ക്. നിന്റെ അമ്മാവന്മാരുടെ മക്കൾക്ക്, നിന്റെ പിതൃ സഹോദരന്മാരുടെ മക്കൾക്ക് നീ തന്നെ വാങ്ങിച്ച് എന്നും ഇറച്ചി നിന്ന് നടക്കുകയാണോ എന്ന് ആലസ്യം വരുമോ, ആർഭാടം വർദ്ധിക്കുമോ എന്ന് പേടിച്ച് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, സുബൈർ ഇബ്നു അവ്വാം തങ്ങൾക്ക് മാത്രമാണ് ഇറച്ചിക്കടയുള്ളത് മദീനയിൽ, ആ കടയുടെ മുമ്പിൽ ചെന്ന് ചാട്ടവാറ് കൊണ്ടടിക്കുമായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. നമുക്കൊക്കെ ആണെങ്കിൽ എത്ര അടി കിട്ടും ഉമർ തങ്ങളുടെ അടുത്തുനിന്ന്? ഇന്നൊരു കല്യാണം, നാളൊരു സൽക്കാരം, മറ്റന്നാൾ കുഞ്ഞിന്റെ മുടിയെടുക്കല്, അതിന്റെ പിറ്റേന്ന് ഒരു 40, അതിന്റെ പിറ്റേന്ന് ഒരു 50, പിന്നെ ഒരു 60, പിന്നെ 70, ഇങ്ങനെ കാലം കഴിക്കുക. ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, അതന്നെ, വേറെ പണിയൊന്നുമില്ല. സൽക്കാരത്തോട് സൽക്കാരം. ഏതെങ്കിലും ഒരു സൽക്കാരത്തിലെ 4 ഭക്ഷണത്തിന്റെ ഐറ്റംസ് കുറഞ്ഞു പോയാൽ പിന്നെ അത് പിണക്കായി, വലിയ പരാതിയായി, കുടുംബം തന്നെ തെറ്റും. പിന്നെ നിങ്ങൾ ഞങ്ങൾ അപമാനിച്ചു എന്ന്. സുബ്ഹാനല്ലാഹ്. പേരും പെരുമയും ചെയ്യാൻ വേണ്ടി ഭക്ഷണം കഴിച്ച് സമയം കൊല്ലുന്ന, അല്ലെങ്കിൽ അള്ളാഹു തന്ന നിഅമത്തിനെ, ശരീരത്തെ നശിപ്പിച്ചു കളയുന്ന ഒരു സംസ്കാരം. ഇതൊക്കെ ഉമർ തങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ലഅലാനാ ബിദ്ദിറ, ഉമർ തങ്ങളുടെ വടി കൊണ്ട് നമുക്ക് അടി കിട്ടിയേനെ. നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് സുഖിച്ച് നടക്കുകയാണോ? ഇത്രക്ക് വേണോ? 2 ദിവസം തുടർച്ചയായി മാംസം കഴിക്കണ്ട എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. അല്ലാഹുവിന്റെ നിയമമായിട്ടല്ല, ഉമർ തങ്ങളുടെ ഇജ്തിഹാദാണത്, ഉമർ തങ്ങളുടെ തീരുമാനമാണത്. ഉമർ റളിയല്ലാഹു തആല അൻഹു വലിയ ദീർഘവീക്ഷണമുള്ള മഹാനാണ്. ഇങ്ങനെ പല അഭിപ്രായങ്ങളും ഉമർ തങ്ങൾക്ക് കാണും റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലൂടെ നടക്കുമ്പോൾ വേറെ ഒരാളുണ്ട്, വല്ലതും തരണേ യാചിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് മദീനയിൽ. നോക്കുമ്പോ അയാളുടെ ബാഗ് നിറയെ ഭക്ഷണമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ ബാഗ് കൊണ്ട് ഊരിയെടുത്തിട്ട് ആ ഭക്ഷണം മുഴുവനും സ്വതക്കക്ക്, സക്കാത്തിന്റെ ഒട്ടകമുണ്ട്, ആ ഒട്ടകത്തിന് അങ്ങ് വിതരണം ചെയ്തു കൊടുത്തു. സർവ്വ ഒട്ടകത്തിന് മുമ്പിൽ ഇട്ടു കൊടുത്തു ഭക്ഷണം. എന്നിട്ട് പറഞ്ഞു, ഇനി പോയി യാചിക്ക്, ഇപ്പൊ നിനക്ക് യാചിക്കാൻ അർഹതയുണ്ട്. ഭക്ഷണം തോളത്ത് തൂക്കി വെച്ചിട്ട് നീ യാചിച്ചത് ശരിയായില്ല, ഇനി നീ യാചിക്കുന്നതിന്റെ ഭക്ഷണമൊക്കെ പോയില്ലേ, ഇനി നിനക്ക് ചോദിക്കാൻ അവകാശമുണ്ട് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മടിയനായി നടന്ന മനുഷ്യന്റെ ആലസ്യം ഒഴിവാക്കാൻ ഉമർ തങ്ങൾ അയാളുടെ മുഴുവൻ ഭക്ഷണവും സക്കാത്തിന്റെ ഒട്ടകത്തിന് തിന്നാൻ കൊടുത്തിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താണെന്നറിയോ? ക്രിയേറ്റിവിറ്റി. ആ ഉമർ തങ്ങളാണ് പറഞ്ഞത്, കൈഫ അനാം, എനിക്കെങ്ങനെ ഉറങ്ങാൻ പറ്റും? അല്ലയില, രാത്രി ഞാൻ എങ്ങനെയാണ് ഉറങ്ങുന്നത്?
അള്ളാഹുവിനോടും എന്റെ ശരീരത്തോടുമുള്ള എന്റെ ഹക്ക് ഞാൻ നഷ്ടപ്പെടുത്തി കളയുകയാണ്. രാത്രി ഞാൻ ഉറങ്ങിയാൽ എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, എനിക്ക് ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ പകലിൽ ഉറങ്ങുകയാണെങ്കിൽ എന്റെ പ്രജകളുടെ അവകാശങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പകൽ ഉറങ്ങാൻ പറ്റില്ല, എനിക്ക് രാത്രിയിലും ഉറങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ വളരെ വളരെ കുറച്ചു മാത്രം ഉറങ്ങിയിരുന്ന 10 വർഷത്തോളം ഇസ്ലാമിക ലോകത്ത് ഭരണം കാഴ്ചവെച്ചിട്ടുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വളരെ വളരെ കൃത്യമായും കണിശമായും സമയം ചെലവഴിച്ച മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹു അല്ലാമ ഇബ്നുൽ ജൗസി ബഹുമാനപ്പെട്ടവർ ഉമർ തങ്ങളുടെ ചരിത്രം പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു റഅ റജുലൻ അദീമൽ ബത്നി. നല്ല കൂട്ടാൻ്റെ സൗണ്ട് നല്ല കുട്ടികൾ മാക്സിമം ഞാൻ വല്ലേ പറയുള്ളൂ. എൻ്റെ വെച്ചുകൊണ്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാധ്യത കുറവാ. നല്ല വെച്ചോളെ. وأن عمر رضي الله عنه رأى رجلا عظيم البطن. വലിയ വയറുള്ള ഒരാളെ കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ ഹാദിഹി, എന്താണ് ഈ വയറ്? വലിയ കുടവയർ. മാവേലിന്റെ ഫോട്ടം കണ്ടിട്ടില്ല നിങ്ങള് അല്ലേ? മാവേലിന്റെ കോലം കെട്ടുന്നവരും അങ്ങനത്തെ വയറുള്ളവരാ കെട്ടുക. എന്തോ ഐശ്വര്യമാണെന്നാണ് നമ്മളൊക്കെ പറയാ. അങ്ങനെയാണ് ആൾക്കാരൊക്കെ കാണാറുള്ളത്. ആ വിഷയത്തെ വലിയ സുഖം ഉണ്ടാവുമ്പോഴാണ് വയറൊക്കെ ഉണ്ടാവാൻ. ഇന്നതൊക്കെ മോശമാണ്. ഇന്നൊക്കെ കുട്ടികളൊക്കെ 6 പാക്ക് 8 പാക്കുകളൊക്കെ ആവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യാം. വയറൊന്നും വേണ്ട. വയറുള്ളവർക്കത് ഇടങ്ങാറാണ് കാണുമ്പോൾ തന്നെ. പക്ഷെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാ ആളുകൾ ചിന്തിച്ചിരുന്നത്. ഉമർ തങ്ങൾ ചോദിച്ചു വയറ് കണ്ടപ്പോ, മാഹാദിഹി, എന്താണ് വയറ്? അന പറഞ്ഞു, ബറക്കത്തും മിനല്ലാഹ്, അല്ലാഹു തന്ന ബറക്കത്താണ് ഉമറന്നവരെ. വയറിങ്ങനെ ഒഴിഞ്ഞിട്ട് പറയണേ, അല്ലാഹു തന്ന ബറക്കത്താണ് ഉമറന്നവരെ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബൽ അദാബും മിനല്ലാഹ്, ഇത് അല്ലാഹു തന്ന അദാബാണ്, ഇത് അല്ലാഹു തന്ന ശിക്ഷയാണ്, ഇത് അദാബാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു ചിന്ത ഉമർ റളിയല്ലാഹു അൻഹു അന്ന് തന്നെ പറഞ്ഞു, ഇത് റഹ്മത്തല്ല, ഇത് അദാബാണ്, ഇത് ശിക്ഷയാണ്. നീ മടിയനായി മാറാൻ, നിനക്ക് നിസ്കരിക്കാൻ പറ്റില്ല, നിനക്ക് ആലസ്യം വർദ്ധിക്കും, നിനക്ക് ഇബാദത്തിന് ഉന്മേഷം ഉണ്ടാവില്ല ഈ വയറുമായി നടന്നാൽ. ഇത് അദാബാണ്. എന്തുകൊണ്ട് നീ നിന്റെ ഭക്ഷണം കൺട്രോൾ ചെയ്തില്ല എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തെ പഠിപ്പിക്കുകയാണ്. അദാബും മിനല്ലാഹ്, ഇത് അദാബാണ്, ബറക്കത്തല്ല. മുസ്ലിം ഉമ്മത്തിന്റെ ഒരു ഭാവന ചിത്രമാണ് ഈ സംഭവത്തിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോ സമയം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെലവഴിച്ച് കൊല്ലാനുള്ളതല്ല, അനാവശ്യ വിഷയങ്ങളിലേക്ക് എടുക്കാനുള്ളതല്ല. വളരെ കർമ്മകുശലതയോടുകൂടെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിലൂടെ സമൂഹത്തിന് നന്മ ചെയ്യാൻ, സമൂഹത്തിന് ഖിദ്മത്ത് ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു കർമ്മ നൈരന്തര്യം, നിരന്തരമായ പ്രവർത്തനം ഫാത്തിമ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചിട്ടുണ്ട്. അവിടുത്തെ അസ്ഹാബുമാർ ചോദിച്ചിട്ടുണ്ട്, നബിയേ, ആയുധങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഒരു വാളേന്താതെ, ഒരു കുന്തം ചുമന്ന് നടക്കാതെ നമുക്ക് മദീനയിലോ അറേബ്യയിലോ നടക്കാൻ പറ്റുന്ന അവസ്ഥ വരുമോ നബിയേ? എപ്പോഴും യുദ്ധങ്ങളാണല്ലോ. നമ്മൾ ആലോചിക്കണം, 13 വർഷക്കാലത്തെ മക്കയുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന് വിശ്രമിക്കാൻ സമയം കിട്ടിയിട്ടില്ല. 13 കൊല്ലം നിരന്തരമായ ആക്രമണങ്ങൾ, തിരിച്ചടിക്കാൻ പോലും പ്രതികരിക്കാനോ തിരിച്ച് യുദ്ധം ചെയ്യാനോ അല്ലാഹുവിന്റെ അനുമതിയില്ല. കുഫൂ ഐദീകും വഅഖീമുസ് സ്വലാഹ്, നിങ്ങൾ ആത്മസംയമനം പാലിക്കുക, നിസ്കാരം നിലനിർത്തുക, ഇത്രയാണ് അല്ലാഹുവിന്റെ നിയമം.
ആത്മസംയമനം പാലിക്കുക, നിസ്കാരം നിലനിർത്തുക. 13 കൊല്ലം. അത് കഴിഞ്ഞിട്ടാണ് ഹിജറ നടക്കുന്നത്. ഹിജറ കഴിഞ്ഞ് മക്കയിൽ നബി തങ്ങൾ താമസിക്കുന്നത് 10 വർഷം. ആ 10ാമത്തെ വർഷം ഹബീബ് ലോകത്തോട് വിട പറയുമ്പോ മദീനയിൽ ചെന്ന 10 വർഷത്തിനിടക്ക് ചെറുതും വലുതുമായി 40ഓളം യുദ്ധങ്ങൾ നബി തങ്ങൾക്ക് സംബന്ധിക്കേണ്ടി വന്നു. എപ്പോഴാ നബി തങ്ങൾക്ക് വിശ്രമിക്കാൻ സമയം കിട്ടിയത്? 40ഓളം ചെറുതും വലുതുമായ യുദ്ധങ്ങൾ. 10 കൊല്ലം സമാധാനത്തിലോ ആശ്വാസത്തിലോ ജീവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമായിരുന്ന ആ ഒരു സമയം നബി തങ്ങൾക്ക് വിശ്രമമുണ്ടായിട്ടില്ല. കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇദാ ഫറഗ്ത ഫൻസബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. നബിയേ, അങ്ങ് യതീമായിരുന്നപ്പോൾ അങ്ങേക്ക് അഭയം തന്നില്ലയോ അല്ലാഹു? അങ്ങേക്ക് ദാരിദ്ര്യമുണ്ടായിരുന്നപ്പോൾ അല്ലാഹു ഐശ്വര്യം തന്നില്ലയോ നബിയേ? നബിയെ, അങ്ങേക്ക് സംരക്ഷണം നഷ്ടപ്പെട്ടു പോയപ്പോൾ അബൂ ത്വാലിബിന്റെ കൈകളിലേക്ക് അങ്ങയെ നാം ഏൽപ്പിച്ചില്ലയോ നബിയെ? അങ്ങേക്ക് സന്മാർഗ ദർശനം അങ്ങ് അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ അങ്ങേക്ക് നാം വഹീ തന്നില്ലയോ? അങ്ങേക്ക് ജീവിതകാലത്തേക്ക് മുഴുവനുമുള്ള ഡ്യൂട്ടികളാണ് നബിയെ അങ്ങ് ജീവിച്ചിരിക്കുന്ന കാലം. നബിയെ, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. ഒരു യതീമും ബുദ്ധിമുട്ടാവുകയോ ആക്രമിക്കപ്പെടുകയോ ഏതെങ്കിലും ഒരു യതീമിന് പ്രയാസം നേരിടുകയോ ചെയ്യുന്ന അവസ്ഥ അങ്ങയുടെ അറിവിൽ ഉണ്ടാവാൻ പാടില്ല നബിയെ. തങ്ങളത് ചെയ്യില്ല, തങ്ങളുടെ അറിവിൽ അത് സംഭവിക്കാൻ പാടില്ല. വഅമ്മസ്സായില ഫലാ തൻഹർ. യാചിച്ച് നടന്നു വരുന്ന ആളുകളെ ആട്ടിയോടിക്കരുത് നബിയെ. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ അങ്ങെടുത്തു പറയണം നബിയെ. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ നിങ്ങൾ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സമയം ആ നിഅമത്തുകളെ സംബന്ധിച്ച് ചോദ്യമുണ്ട് എന്ന ഓർമ്മയോടുകൂടെ ثم لتسألن يومئذ عن النعيم. ഈ സമൂഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, പാവപ്പെട്ടവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി, ഈ സമൂഹത്തിന്റെ നല്ല ഭാവിക്ക് വേണ്ടി നബിയെ നിരന്തരം നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണേ. നിങ്ങൾക്ക് ഇതെല്ലാം ഞാൻ നൽകിയിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴും ഹബീബിന്റെ ജോലി ആർക്കെങ്കിലും വിഷമങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കലാണ്. മഹാനായ അബൂ ദഹ്ദാഹ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ നബി തങ്ങൾ ഒരു ഈത്തപ്പന വാങ്ങിച്ചു കൊടുത്ത അബൂ ദഹ്ദാഹ റളിയല്ലാഹു അൻഹു സ്വഹാബിമാരിയ്ക്കുമ്പോഴാണ് ഒരാൾ വന്ന് പറഞ്ഞത്, നബിയെ, എന്റെ അയൽപക്കക്കാരന്റെ ഈത്തപ്പന എന്റെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാൻ അതിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാറില്ല നബിയെ. എന്റെ ദാരിദ്ര്യം, വിശപ്പും അനുഭവിക്കുന്ന എന്റെ കൊച്ചുമക്കൾ ആ ഈത്തപ്പനയിൽ നിന്ന് വീഴുന്ന ഈത്തപ്പഴം എടുത്ത് കഴിക്കാറുണ്ട് നബിയെ. ആ തോട്ടത്തിന്റെ ഉടമ, 100 കണക്കിന് ഈത്തപ്പനകളുള്ള ആ മനുഷ്യൻ പഴം പറിക്കാൻ വേണ്ടി വന്നു. എന്റെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈ മരത്തിൽ നിന്ന് ഏതാനും പഴങ്ങൾ താഴെ വീണപ്പോ എന്റെ മക്കൾ വിശപ്പ് കൊണ്ടെടുത്തു തിന്നു നബിയെ. അത് കണ്ടപ്പോഴേക്കും മരത്തിൽ നിന്ന് ചാടിയിറങ്ങി വന്ന് പിശുക്കനായ ആ മനുഷ്യൻ എന്റെ മക്കളുടെ കൈകളിൽ നിന്ന് എല്ലാം പിടിച്ചു വാങ്ങി നബിയെ. വായയിൽ പോലും വിരലിട്ട് എന്റെ മക്കൾ ചവച്ചുകൊണ്ടിരുന്ന ഈത്തപ്പഴം പോലും പുറത്തെടുത്തു നബിയെ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ കൂടെ കാര്യമായ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഹബീബിന്റെ ചെവിയിലെത്തുന്നത്. ഉടനെ ഇറങ്ങി പുറപ്പെടുകയാണ്.
പിന്നെ വരാം, നാളെ വരാം, മറ്റന്നാളാവാം എന്ന് നബി തങ്ങൾ പറയില്ല. ഉടനെ ഇറങ്ങുകയാണ്. ആ മനുഷ്യനോട് ചെന്ന് ചോദിച്ചു, ബിഅനി ഹാദിഹി നഖ്ല, ഈ ഈത്തപ്പന നിങ്ങൾ എനിക്ക് വിൽക്കുമോ? വലക ബിഹാ നഖ്ലത്തുൻ ഫിൽ ജന്ന, പകരം ഞാൻ സ്വർഗ്ഗത്തിൽ ഒന്ന് വാങ്ങിച്ചു തരാം. ഇവിടെ വിശ്വാസിയായ മുനാഫിഖായ മനുഷ്യൻ പറഞ്ഞു, തരില്ല. തരാമായിരുന്നു, പക്ഷേ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മരമാണ്, ഇത് ഞാൻ തരില്ല. അത് കേട്ടപ്പോഴാണ് സുഹാബി അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു, നബിയെ അത് ഞാൻ വാങ്ങിച്ചു തന്നാൽ സ്വർഗ്ഗത്തിൽ ഒരു ഈത്തപ്പന എനിക്കങ്ങ് വാങ്ങിച്ചു തരുമോ പകരം? യാ അബൂ ദഹ്ദാഹ് വലക ബിഹാ നഖ്ലത്തുൻ ഫിൽ ജന്ന. സുഹാബി ഓടുകയാണ്, ചെന്ന് ചോദിച്ചു, തരുമോ? അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് പകരം തരാൻ കഴിയില്ല, എനിക്ക് അത്രക്ക് വില വേണം. എത്ര വേണം? ഈ ഈത്തപ്പനക്ക് 40 പകരം വേണം. സാക്ഷികളെ വിളിക്കണം. അബൂ ദഹ്ദാഹ് തങ്ങൾ പറഞ്ഞു, 40 വേണമോ? എന്റെ ഇന്നാലിന്ന തോട്ടത്തിലെ 40 ഈത്തപ്പനകൾ അതിന്റെ വേരോടെ, തടിയോടെ, മണ്ണോടെ നിങ്ങൾക്ക് ഞാൻ പകരം തരാം. എനിക്കതിന് പകരം അല്ലാഹുവിന്റെ സ്വർഗം വേണം. അത് വാങ്ങിച്ച് നബിയുടെ മുമ്പിലേക്ക് വന്നപ്പോഴേക്കും നസലൽ അമീനു ജിബ്രീലു അലൈഹിസ്സലാം, ഫഅമ്മാ മൻ അഅതാ വത്തഖാ وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى. ആരാണോ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് വിചാരിച്ചുകൊണ്ട് അള്ളാഹുവിന് കൊടുക്കുന്നവർ, അവർക്ക് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. ആരാണോ പിശുക്കുന്നത്, പിടിച്ചു വെക്കുന്നത്, പരലോകത്തെ നന്മയെ നിഷേധിക്കുന്നത്, അള്ളാഹുവിന്റെ വിചാരണ ദിവസത്തിൽ വിശ്വസിക്കാതിരിക്കുന്നത്, ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ, നരകത്തിലേക്കുള്ള വഴിയിലേക്കാണ് അവർ പ്രവേശിക്കുന്നത് എന്ന ആയത്തുകൾ അവതരിക്കാൻ കാരണം ഈ സംഭവമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിന്റെ ഓർഡറും അങ്ങനെയാണ്, ഫഇദാ ഫറഗ്ത ഫൻസബ്, ഒരു നന്മ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു നന്മയിൽ ഉടനെ പ്രവേശിച്ചേക്കണം. അതുകൊണ്ടാണ് ഖുർആൻ ഓതുന്ന ആളുകൾ വിശുദ്ധ ഖുർആന്റെ മുഴുവൻ ഖത്ം തീർത്തു കഴിഞ്ഞാൽ സൂറത്തുൻ നാസിൽ നിർത്തിപ്പോവരുത്, ഉടനെ ഓതണം സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗങ്ങൾ ഓതിയിട്ടേ അവസാനിപ്പിക്കാവൂ. കാരണം എന്തേ? ഇനി ഞാൻ തുടങ്ങാൻ പോകുന്നുണ്ട്, ഇതൊരു അവസാനമല്ല, ഇത് അടുത്ത ഒരു തുടക്കത്തിന്റെ ഒരു തുടക്കവും കൂടിയാണ്. അവസാനിക്കുമ്പോഴേക്കും മറ്റൊന്ന് തുടങ്ങുന്നത്. റമദാൻ അവസാനിക്കുമ്പോഴേക്കും ശവ്വാലിന്റെ സുന്നത്തുകൾ, പിന്നെ മാസത്തിലെ 13, 14, 15 ദിവസങ്ങളിലെ സുന്നത്ത്, പിന്നെ തിങ്കളാഴ്ചയുടെയും അതുപോലെ വ്യാഴാഴ്ചയുടെയും സാധിക്കുന്ന ആളുകൾക്ക് എടുക്കാൻ, ഈമാനുള്ള ആളുകൾക്ക് നന്മ വർദ്ധിക്കാനുള്ള വഴികൾ. ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് തീരുമ്പോഴേക്കും മറ്റൊന്ന്. നിർത്തിപ്പോവരുത്. ഖുർആൻ ഖത്ം തീരുമ്പോഴേക്കും അടുത്ത ഖുർആനിന്റെ ആരംഭങ്ങൾ ഓതിവെക്കണം. അത് മാത്രമല്ല, നിങ്ങൾ ഖുർആൻ എടുത്തു നോക്കൂ. ഖുർആൻ എടുത്തു നോക്കിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസാഫ് ഉണ്ടോ ഇവിടെ? മുസാഫ് പള്ളിയിലുണ്ടാ? ഒന്നുള്ള ആളുകളുടെ ഒന്ന് കൊടുത്തായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. ആ നാസ് എന്ന സീനിൽ അവസാനിച്ചു കഴിയുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മിനൽ ജിന്നതി വന്നാസ്, മിനൽ ജിന്നതി വന്നാസ്. അല്ലാഹുവേ, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമുള്ള പിശാചിൽ നിന്ന് നീ ഞങ്ങൾക്ക് കാവൽ തരയണമേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ നാമം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആരംഭിക്കുമ്പോ, ഓരോ സൂറത്തും അവസാനിക്കുമ്പോ അടുത്ത സൂറയിലേക്ക് ആരംഭിക്കാനുള്ള രീതിയിലാണ് അല്ലാഹു തആല ആ ആയത്തുകളുടെ അവസാനത്തിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്ന് പറയുമ്പോ കുഫുവൻ അഹദും അഹദും ബിസ്മില്ലാഹി അഹദുൻ
എന്നല്ല, അവിടെ ഒരു മീമുണ്ട്. അഹദും എന്തേ? പിന്നെ നിങ്ങൾ ഓതുന്നത് ബിസ്മിയാണ്. അഹദും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ഹസദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവസാനിക്കുമ്പോൾ സുക്കൂനാണ് വരിക. മിനൽ ജിന്നതി വന്നാസി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ സുക്കൂനിട്ട് അവസാനിപ്പിക്കല്ല. നിങ്ങൾ ഖുർആൻ അവസാനിക്കുമ്പോഴേക്കും തുടക്കത്തിലേക്ക് തന്നെ തിരിച്ചു വരണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫാത്തിഹ ഓതി കഴിയ വലല്ലാലീന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം. ഏത് സൂറത്തും അവസാനിക്കുന്നത് അടുത്ത സൂറയിലേക്ക് തുടങ്ങാൻ പറ്റുന്ന രീതിയിലാണ്. എങ്ങനെ? അടുത്ത ബിസ്മില്ലാഹി ഓതാൻ പറ്റുന്ന രീതിയിൽ. ഖുൽ ഹുവല്ലാഹു അഹദുല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹ്. സൂറത്തുൻ നസ്ർ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് അവസാനിക്കുമ്പോ ഇന്നഹു കാന തവ്വാബാ. അവിടെ ഒരു മീമുണ്ട്. തവ്വാബം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബിസ്മി ചേർത്ത് ഓതാൻ പറ്റും. ആ രീതിയിൽ ഒരു സൂറത്ത് അവസാനിക്കുമ്പോൾ അടുത്ത സൂറത്ത് തുടങ്ങാൻ പറ്റുന്ന രീതിയിൽ. എന്തിന്? നിർത്തിപ്പോവല്ലിൻ, നിർത്തിപ്പോവരുതേ. സൂറത്തുൽ മസദ് നോക്കൂ. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഈ മസദ് എന്ന് അവസാനിക്കുമ്പോൾ ഒരു മീമുണ്ട്. എന്തിനാണത്? മസദിം ബിസ്മില്ലാഹി. തൻവീന് ശേഷം ഇസ്മിയുടെ ബാ വരുന്നത്. മസദിം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വളരെ വളരെ കൃത്യമായി സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കുമ്പോൾ ഓരോ സൂറത്തും അവസാനിക്കുമ്പോ നിർത്തിപ്പോവല്ലേ, അടുത്തത് തുടങ്ങണം. തീർന്നിട്ടില്ല, ഇനി റമളാൻ വരുമ്പോ ഓതിയാൽ മതി എന്ന് പറയല്ലേ. ഇടക്കിടക്ക് ഖുർആനിന്റെ ഖത്മുകൾ തീർക്കണമേ. നബി തങ്ങൾ സ്വഹാബിമാരോട് പറഞ്ഞു, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഖുർആൻ ഒരു മാസം കൊണ്ട് ഖത്ം തീർക്കണം. ഇവർ പറഞ്ഞു, നബിയെ ഞങ്ങൾക്കൊരു മാസത്തിന്റെ ആവശ്യമില്ലല്ലോ, അതിലും പെട്ടെന്ന് തീർക്കാമല്ലോ. ചില ആളുകൾ പറഞ്ഞു 10 ദിവസം. ചിലർ പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് 7 ദിവസം കൊണ്ട് കഴിയും. ചിലർ പറഞ്ഞു, നബിയെ അതിലും കുറച്ച്. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ വളരെ ചിന്തിച്ചുകൊണ്ട് ഓതുകയാണ് നിങ്ങൾക്ക് ഉത്തമം. 3 ദിവസം കൊണ്ട് വരെ ഖത്ം തീർക്കാമെന്ന് പറഞ്ഞവരോട് നിങ്ങൾ സമയമെടുത്ത് ഓതലാണ് ഉത്തമം എന്ന് പഠിപ്പിക്കുന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുക്കി പറഞ്ഞാൽ ഫഇദാ ഫറഗ്ത ഫൻസബ്. ഉന്മേഷം നഷ്ടപ്പെടാതിരിക്കുക. അടുത്ത റമളാൻ വരണ്ട ഒരു ഖിയാമുൽ ലൈൽ തുടങ്ങാൻ, ഒരു തസ്ബീഹ് നിസ്കരിക്കാൻ, സുബ്ഹിക്ക് മുമ്പ് എഴുന്നേറ്റുള്ള തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ ഇനി റമളാനിന്റെ അവസാനത്തെ 10 വരട്ടെ എന്ന് കാത്തിരിക്കലിൻ തുടർന്നുകൊണ്ടിരിക്കൻ. ഇടക്കിടക്ക് എപ്പോഴും എപ്പോഴും നന്മകളിലേക്കുള്ള ഉത്സാഹം ഒരിക്കലും കെടാതെ സൂക്ഷിക്കുവിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾക്ക് ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടോ? അവരൊക്കെ ചെയ്ത ത്യാഗങ്ങളുടെ 1000-1 നമുക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടോ? ഗസീലുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ കുളിപ്പിച്ചു കഴിഞ്ഞ സ്വഹാബിയാണ് ഹൻദല റളിയല്ലാഹു അൻഹു. യുദ്ധം കഴിഞ്ഞ സ്വഹാബികൾ മയ്യിത്ത് എടുക്കാൻ വേണ്ടി വരുമ്പോഴുണ്ട് ആ മരുഭൂമിയിൽ എല്ലാ സ്വഹാബികളും ഉണങ്ങിയ ഭൂമിയിൽ കിടക്കുമ്പോ മഹാനായ ഹൻദല റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്തിന്റെ അരികത്ത് വെള്ളം തളം കെട്ടി നിൽക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനോട് വിവരം ചെന്ന് പറഞ്ഞു, നബിയേ, എല്ലാ സ്വഹാബികളും ഈ ഉണങ്ങിയ ഭൂമിയിൽ മരുഭൂമിയിൽ ഷഹീദുകളായി ചോര ചിന്തി കിടക്കുമ്പോ വെള്ളം ഒഴിച്ച് കുളിപ്പിച്ച പോലെ ഒരു സ്വഹാബി കിടക്കുന്നുണ്ട് നബിയെ. ഹൻദല റളിയല്ലാഹു അൻഹു ഗസീലുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകളാണ് അത്രേ കുളിപ്പിച്ചത്. വിവാഹം കഴിഞ്ഞ അന്ന്, പുതിയാപ്പിള ഇറങ്ങിയ അന്ന് രാത്രിയാണ് വിളിയാളം വരുന്നത്, യുദ്ധത്തിലേക്ക് വരണം. പുതുനാരിയോടാ പറഞ്ഞത്, പെണ്ണിനോടാ പറഞ്ഞ് ഞാൻ പോകട്ടെ, ഞാൻ പോവുകയാണ്, അള്ളാഹുവിന്റെ ദീനിന് എന്നെ ആവശ്യമുണ്ട്, ഞാൻ പോകട്ടെ എന്ന് മധുവിധുരാവിൽ സ്വന്തം ഭാര്യയോടൊപ്പം ശയിച്ചതിന്റെ ശേഷം ജനാബത്ത് കുളിക്കാനുള്ള സമയം പോലും കിട്ടാതെ ഓടി യുദ്ധത്തിലേക്ക് പോയ ഹൻദല റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ മാലാഖമാർ എടുത്തു കുളിപ്പിച്ചതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പുതിയാപ്പിളാരെ മാളിക മുകളിൽ നിന്ന് താഴേക്ക് ചായ കുടിക്കാൻ വരാൻ പറ്റുമോ? കല്യാണം കഴിഞ്ഞന്ന് അങ്ങോട്ട് കൊണ്ടു കൊടുക്കണ്ടേ അമ്മായിമ്മ?
യുദ്ധത്തിലേക്ക് ഇറങ്ങി ഓടിയത് ഹൻദല റളിയല്ലാഹു തആല. നമ്മൾ എന്താ ചെയ്തെന്ന് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ എന്ത് ചെയ്തു? അല്ലാഹുവിന് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരം, പല ഭാഗങ്ങളിലുള്ള ഭരണം അബൂ മൂസൽ അശ്അരി തങ്ങളെ ഏൽപ്പിച്ചിരുന്നു. ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ പറഞ്ഞു, മജ്സഅത്ത് ഇബ്നു സൗർ അസ്സദൂസി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ വിളിച്ചിട്ട് പറഞ്ഞു, മഹാനായ മജ്സഅയോട് പറയുന്നു, മജ്സഅ റളിയല്ലാഹു അൻഹു, നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് നല്ല ബുദ്ധിയുള്ള, തന്റെ ഇടമുള്ള, നീന്താൻ കഴിവുള്ള ഏതെങ്കിലും ഒരാളെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. നീന്താൻ കഴിവുള്ള ഒരാൾ. നീന്തൽ ഇപ്പൊ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നീന്തൽ പഠിക്കുന്നുണ്ട് അല്ലെ? കുട്ടികളൊക്കെ ഏത് പുഴയിൽ വീണാലും നീന്തി രക്ഷപ്പെട്ടേക്കും. നീന്തൽ അറിയാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. ഇവിടെ നീന്തൽ അറിയുന്നവരുണ്ടോ എന്ന് ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ നീന്തൽ പഠിക്കൽ സുന്നത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടതുമാണ്. മക്കളെ പഠിപ്പിക്കണം, വാപ്പമാർ നീന്തൽ പഠിപ്പിക്കണം, റിമായ ആർച്ചറി പഠിപ്പിക്കണം, അമ്പെയ്യുന്നത്, അതുപോലെ തന്നെ ഖിറാഅത്തുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഓതാനം, ഇത് പഠിപ്പിക്കണം എന്നാണ്. അബൂ മൂസ അശ്അരി തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ആർക്കൊക്കെയാണോ നീന്താൻ അറിയുന്നത്, നല്ല ബുദ്ധിയുള്ളത്, നല്ല തന്റേടമുള്ളത്, അങ്ങനത്തെ ഒരാളെ നിങ്ങൾ എനിക്ക് വേണ്ടി പറഞ്ഞയക്കണം. അപ്പോ മജ്സഅ റളിയല്ലാഹു അൻഹു, മജ്സഅ ബിൻ സൗർ അസ്സദൂസി റളിയല്ലാഹു അൻഹുമാ, അവരും വാപ്പയും സ്വഹാബിയാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അബൂ മൂസ അശ്അരി തങ്ങളെ ഞാൻ തന്നെ പോരെ, ഞാൻ പോരെ എന്ന് ചോദിച്ചു. നിങ്ങൾ റെഡിയാണോ? ബുദ്ധിയുണ്ട്, നീന്താൻ അറിയുമോ? അറിയും. ഇത് ചോദിക്കുന്നത് എവിടെയാണ്? മക്കയിൽ ഒരു കുളം പോലും ഇല്ലാതെയാ നബിയും സ്വഹാബത്തും ജീവിച്ചത്. മദീനയിൽ ഒരു കുളമുണ്ട്, അത്രേ ഉള്ളൂ. നീന്താൻ പറ്റുന്ന പുഴകളില്ല മദീനയിൽ. ഒരു കുളമുണ്ടായിരുന്നു, അത്ര തന്നെ. പക്ഷേ നബി തങ്ങൾ മക്കയിലുള്ളപ്പോഴും മദീനയിലുള്ളപ്പോഴും സ്വഹാബത്തിനോട് നീന്താൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞു. അന്ന് കടലെടുത്തില്ല. കടൽ കിട്ടണമെങ്കിൽ ജിദ്ദയിൽ പോകണം. നബി തങ്ങൾ കടൽ കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ കടലിൽ യാത്ര ചെയ്തിട്ടുമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ തങ്ങൾ നീന്തൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞു. വല്ലാത്തൊരു വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിയാണ് ചോദിക്കുന്നത് മറ്റൊരു സ്വഹാബിയോട്, ഭരണാധികാരിയാണ് ചോദിക്കുന്നത്, നിങ്ങളിൽ നീന്തമറിയുന്ന നല്ല തന്റെ ഇടമുള്ള ആരെങ്കിലും ഉണ്ടോ? സദൂസ് ഗോത്രത്തിൽ മഹാനായ മജ്സഅത്ത് ഇബ്നു സൗർ അസ്സദൂസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ മൂസ അശ്അരി തങ്ങളെ ഞാൻ തന്നെ പോരെ, എനിക്കറിയാം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ റെഡിയാണെങ്കിൽ വരണം. പേർഷ്യക്കാരനായ ഒരു വഴികാട്ടിയുടെ കൂടെ ഞാൻ നിങ്ങളെ പറഞ്ഞയക്കുന്നുണ്ട് ഇറാനിലേക്ക് പോവാൻ. ഇറാനിലേക്ക് പോയി മുസ്ലിമീങ്ങളായ ആളുകളോട് യുദ്ധം ചെയ്യുന്ന ഹുർമുസാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ സങ്കേതം കണ്ടുപിടിക്കണം. നിങ്ങൾ പോകുന്നത് ഇറാനിലെ ഒരു പുഴയിൽ നിന്നും ഒരു ഗുഹയുണ്ടാക്കിയിട്ടുണ്ട് ഒരു നഗരത്തിലേക്ക്. ആ ഗുഹയുടെ ഉള്ളിലൂടെ പോകണം. ആ ഗുഹയിൽ വെള്ളമുണ്ട്, പുഴയുമായി കണക്ട് ചെയ്യുന്നതാണ്. ആ പുഴയിൽ നിന്ന് നഗരത്തിലേക്ക്, ഹുർമുസാൻ താമസിക്കുന്ന നഗരത്തിലേക്ക് പോകുന്ന ആ ഒരു നഫക്കിലൂടെ, ടണലിലൂടെ വേണം സഞ്ചരിക്കാൻ. ആഴമുള്ള സ്ഥലത്ത് നീന്തേണ്ടി വരും, ആഴം കുറഞ്ഞ സ്ഥലത്ത് നടക്കേണ്ടി വരും. ഇതിനൊക്കെ നിങ്ങൾ ഒരുക്കമാണോ? ഞാൻ ഒരുക്കമാണെന്ന് മഹാനായ മജ്സഅ റളിയല്ലാഹു അൻഹു പേർഷ്യക്കാരന്റെ കൂടെ യാത്ര പോയി. അന്ന് നോക്കണം, രാജാക്കന്മാരുണ്ടാക്കുന്ന വലിയ വലിയ സംവിധാനങ്ങൾ. ടിപ്പു സുൽത്താനിന്റെ ഗുഹകളെ കൊണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നഗരങ്ങളെ ബന്ധിപ്പിക്കുമായിരുന്ന ഗുഹകൾ അല്ലെ? ടിപ്പു സുൽത്താനിന്റെ ആസ്ഥാന കേന്ദ്രമായിരുന്നുവല്ലോ നമ്മുടെ സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരി എന്ന വാക്ക് തന്നെ സുൽത്താൻസ് ബാറ്ററി, സുൽത്താനിന്റെ ഊർജ കേന്ദ്രം എന്നായിരുന്നു ഇംഗ്ലീഷുകാരുടെ പേരാണത്. സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ സുൽത്താൻസ് ബാറ്ററി, സുൽത്താനിന്റെ ബാറ്ററി ആയിരുന്നു ആ പ്രദേശം. അവിടെ നിന്നാണ് യുദ്ധങ്ങൾ നിയന്ത്രിച്ചത്. എത്രയോ ടണലുകൾ ഭൂമിക്കുടയിൽ അടിയിലൂടെ കടന്നു പോകാൻ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നും ശ്രീരംഗപട്ടണത്തിൽ പോയാൽ അതിന്റെ ചില അവശിഷ്ടങ്ങളൊക്കെ കാണാൻ പറ്റും. മജ്സഅ റളിയല്ലാഹു അൻഹു കടന്നു പോകുന്നത് ഇറാനിലെ ഒരു പുഴയിൽ നിന്ന് ഒരു നഗരത്തിലേക്ക് കണക്ട് ചെയ്യുന്ന മിനിമം 2 മണിക്കൂർ വേഗത്തിൽ സഞ്ചരിച്ചാൽ മാത്രം എത്തുന്ന ഒരു ടണലിലൂടെ സഞ്ചരിച്ചു മജ്സഅ റളിയല്ലാഹു അൻഹു. പക്ഷെ പോകുമ്പോ മുആവിയ തങ്ങൾ പറഞ്ഞു, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മജ്സഅ, നിങ്ങൾ അവിടെ പോയി ഹുർമുസാൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് കാണണം. അവരുടെ കോട്ട, ആ നഗരത്തിന്റെ പേര് തുസ്തർ എന്നാണ്.
മഹാനായ സഹ്ലു ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹുവിന്റെ നാട്. സഹ്ലു ബിൻ അബ്ദുല്ലാഹി തുസ്തരി നിങ്ങൾ കേട്ടിരിക്കും. വളരെ ചെറുപ്പകാലങ്ങളിൽ അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെയുണ്ട്, അല്ലാഹു എന്നെ നോക്കുകയാണ്, അവൻ എനിക്ക് സാക്ഷിയാണ് എന്ന് അവരുടെ സ്വന്തം അമ്മാവൻ പഠിപ്പിച്ചു കൊടുത്ത, വളരെ ചെറുപ്പത്തിലെ ചൊല്ലിപ്പഠിച്ച മഹാനായ സഹ്ലു ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു. ആ മഹാൻ വളർന്നു വന്ന നാടാണ് തുസ്തർ, ഇറാനിന്റെ ഭാഗമാണ്. തുസ്തർ നഗരം ഒരു പുഴയിൽ നിന്ന് ടണലിലൂടെയാണ് കണക്ട് ചെയ്യപ്പെടുന്നത്. അത് യോദ്ധാക്കൾക്ക്, രാജാക്കന്മാർക്ക് മാത്രം ഉപയോഗിക്കാൻ ടണലായിരുന്നു. മഹാനായ മജ്സ റളിയല്ലാഹു അൻഹുവിനോട് അബൂ മൂസ അശ്അരി തങ്ങൾ നിർദ്ദേശിച്ചു, നിങ്ങൾ അവിടെ പോയി ഒന്നും ചെയ്യരുത്. മജ്സ റളിയല്ലാഹു അൻഹുവിന്റെ ജ്യേഷ്ഠനെ വധിച്ച ആളാണ് ഹുർമുസാൻ. നഗരത്തിലേക്ക് ചെന്നു. മജ്സഅത്ത് ഇബ്നു സൗർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആ ഗുഹയിലേക്ക് കടന്നു. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പ്, കൂരിരുട്ടുണ്ട്. ആ ഇരുട്ടിലൂടെ ഞങ്ങൾ നടന്നു. എന്തെല്ലാം അപകടങ്ങൾ പ്രതികരിക്കാം, പക്ഷേ ഖലീഫ എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യമാണത്, അത് കൃത്യമായി ഞാൻ ചെയ്തേ പറ്റൂ. ഞാനത് കൃത്യമായി ചെയ്തു. കുറെ സ്ഥലങ്ങളിൽ നീന്തേണ്ടി വന്നു. അതുകൊണ്ടാണ് നീന്തമറിയുന്ന ഒരാൾ വേണമെന്ന് അന്നത്തെ വാലിയായിരുന്ന, ഖലീഫയായിരുന്നില്ല അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, വാലിയ, അവിടുത്തെ ഗവർണറാണ്, ഇസ്ലാമിന്റെ ഗവർണറാണ്, അവർ നിയോഗിച്ചതാണ്. മജ്സ റളിയല്ലാഹു അൻഹു 2 മണിക്കൂറിലേറെ സമയമെടുത്ത് തുസ്തർ എന്ന നഗരത്തിലെത്തി. ആളറിയാതെ പേർഷ്യക്കാരനായ ഗൈഡിന്റെ കൂടെ പോയിട്ട് അദ്ദേഹം കാണിച്ചു കൊടുത്തു ഹുർമുസാനിനെ. മജ്സഅത്ത് ഇബ്നു സൗർ അസ്സദൂസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്റെ ആവനാഴിയിൽ നിന്നൊരമ്പെടുത്തു, ഹുർമുസാനിനെ ഞാൻ കണ്ടു, അവൻ എന്റെ ജ്യേഷ്ഠനെ വധിച്ചവനാണ്, ഇസ്ലാമിനോട് യുദ്ധം ചെയ്യുന്നവനാണ്. ഹുർമുസാനിനെ അമ്പെടുത്ത് ഞാൻ അമ്പെയ്തുകൊണ്ട് ഹുർമുസാനെ ലക്ഷ്യം വെച്ചൊരു അമ്പെയ്തിരുന്നുവെങ്കിൽ അവൻ അവിടെ തന്നെ വീണ് മരിക്കുമായിരുന്നു. പക്ഷേ എന്നോട് അബൂ മൂസ അശ്അരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ നേതാവ് ഒന്നും ചെയ്യരുത് എന്ന്. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല. അമ്പ് താഴെ വെച്ചു. ഞാൻ എന്റെ മനസ്സിനെ അടക്കി പിടിച്ചു. തിരിച്ചു വന്നു. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ടവരോട് ചെന്ന് കാര്യം പറഞ്ഞു കൊടുത്തു. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു 300 സൈന്യം അടങ്ങുന്ന ആളുകളെ, 300 പേരടങ്ങുന്ന ഒരു സൈന്യത്തെ നിയോഗിച്ചു ഹുർമുസാനിനോട് പടപൊരുതാൻ. ഹുർമുസാനിനെ പടപൊരുതാൻ 300 ആളുകൾ. അവരുടെ നേതാവാണ് മജ്സഅത്ത് ഇബ്നു സൗർ അസ്സദൂസി റളിയല്ലാഹു അൻഹു. അവരോട് പറഞ്ഞു, 300 ആളുകൾ നിങ്ങളോടൊപ്പമുണ്ട്, തുസ്തറിലേക്ക് പോയിക്കോ. ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഒരു ദൗത്യം എങ്ങനെയാണ് മുസ്ലിം ഏറ്റെടുക്കുന്നത്? വളരെ കൃത്യമായി. അതെത്ര കാഠിന്യമുള്ളതാണെങ്കിലും, എത്ര ത്യാഗം സഹിക്കേണ്ടി വന്നാലും അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായ, അല്ലാഹുവിന് വേണ്ടി അത് നടപ്പിലാക്കാൻ തയ്യാറാണ്. മജ്സ റളിയല്ലാഹു അൻഹു 300ഓളം ആളുകളുമായി ഈ ടണലിലൂടെ കടക്കാൻ പോകുന്നു. ബഹുമാനപ്പെട്ടവരും അനുയായികളും നീന്തമറിയുന്ന ആളുകളെയാണ് കൊണ്ടുപോയത്. അത്ഭുതം എന്താണെന്നറിയുമോ? 300 ആളുകളുമായി തുസ്തറിന്റെ കോട്ട കൊത്തളങ്ങളോട് പടപൊരുതാൻ പോകുമ്പോ അവിടുത്തെ കോട്ട പിടിച്ചടക്കണം. അതിന് പോകുമ്പോ 220ഓളം ആളുകൾ ആ ടണലിന്റെ ഉള്ളിൽ മുങ്ങി മരിച്ചു. 220ഓളം ആളുകൾ. 300 ആളുകളുമായി പോയതിൽ 80 ആളുകളാണ് മജ്സ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ബാക്കിയായത്. ആ 80 ആളുകളുമായി പോകുമ്പോൾ പറഞ്ഞിരുന്നു, എങ്ങാനും ഒരു യുദ്ധം പുറപ്പെടുകയാണെങ്കിൽ ഞാൻ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലും, നിങ്ങൾ ഉടനെ രംഗത്തിറങ്ങിക്കൊള്ളണം. 300-ൽ 220 മരിച്ചുപോയി. ബാക്കിയുള്ളത് 80 ആളുകൾ. 80 ആളുകളുമായി ചെന്നിട്ടാണ് ഇറാനിന്റെ കോട്ടയിൽ ചെന്നുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന തക്ബീർ മുഴക്കി മഹാനായ മജ്സ റളിയല്ലാഹു അൻഹു ഹുർമുസാനിനോടുള്ള ആ യുദ്ധത്തിൽ ഇസ്ലാമിക ലോകത്തിന് വലിയ വിജയമുണ്ടാക്കി കൊടുത്തത്. എത്ര വലിയ ത്യാഗം ചെയ്തുകൊണ്ട്! ടണലിലൂടെയും ഗുഹയിലൂടെയും ഇരുട്ടിലൂടെയും നീന്തിയിട്ടും മുങ്ങിയിട്ടും ജീവൻ വരെ പണയം വെച്ചും അല്ലാഹുവിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങളാണത്. നമ്മൾ ചെയ്യാറുണ്ട്, ത്യാഗത്തെക്കുറിച്ച് കേൾക്കാറുണ്ട്. ബോട്ടിറങ്ങി ലോഞ്ചിൽ പോയി 960-ലും 50-കളിലുമൊക്കെ കടലിൽ നിന്ന് നീന്തി അക്കരെ രക്ഷപ്പെട്ട്
ഗൾഫിലേക്ക് ജോലിക്ക് പോയ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഓടി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നീന്തി രക്ഷപ്പെട്ടു. ബോട്ട് ഇറക്കിയിട്ട് പറഞ്ഞു ഇത് തന്നെയാണ് ദുബൈ, നീന്തിക്കോ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി നീന്തി, അങ്ങനെ ജോലി കിട്ടി. അങ്ങനെ കുറെ 30 കൊല്ലം 40 കൊല്ലം ജീവിച്ചു, തിരിച്ചു വന്നു എന്നൊക്കെ. കുഴപ്പമില്ല, റിസ്ക്കിന് വേണ്ടി പോകുന്നതും അള്ളാഹുവിന്റെ വഴിയിൽ തന്നെയാണ്. ഒരു റിസ്ക് അന്വേഷിച്ച് ചെയ്യുന്ന യാത്ര ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ വഴിയിലാണ്. പക്ഷേ ഇതുപോലെ ഒരു യാത്ര അള്ളാഹുവിന് വേണ്ടി ചെയ്യുമായിരുന്നു നമ്മൾ. ഇങ്ങനൊരു റിസ്ക് അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുമോ? മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം അള്ളാഹുവിനെ സമർപ്പിച്ചതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളേതോ നേതാവിന്റെ കൽപ്പനകളേതോ അത് ശിരസാ വഹിക്കാൻ തയ്യാറായവർ നമ്മുടെ ചെറുപ്പക്കാർ ഇവിടെയുണ്ട്. സഹചാരി പ്രവർത്തനങ്ങൾ ഇവിടെയുണ്ട്. ദീനി ദഅവി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ പ്രവർത്തനവും നടക്കുമ്പോൾ എത്ര കഷ്ടപ്പാടുകൾ ഉണ്ടാകും പ്രവർത്തകന്മാർക്ക്. അള്ളാഹുവിന് വേണ്ടി സഹിക്കാൻ നേതൃത്വം എന്ത് പറയുന്നുവോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹാബത്ത് കേട്ടു പഠിച്ചത്, ഖുലഫാഉർ റാഷിദുകളിൽ നിന്ന് സ്വഹാബത്തുകൾ പഠിച്ചത്, സ്വഹാബത്തിൽ നിന്ന് താബിഈങ്ങൾ പഠിച്ചത്. അങ്ങനെ തുടങ്ങി ഓരോരുത്തരും അവരവരുടെ ഇമാമിൽ നിന്ന് എന്താണോ കേൾക്കുന്നത് അത് അങ്ങേയറ്റം ഗൗരവത്തോടുകൂടെ വിഷയങ്ങൾ സ്വീകരിച്ചു മുന്നോട്ട് പോകുന്നവർ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് ഉംറ ചെയ്യാൻ വേണ്ടി വന്നപ്പോ, ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ, മക്കയിലുണ്ട് ഒരു പെണ്ണ് തവാഫ് ചെയ്യുന്നു. ഇംറഅത്തുൻ മജ്ദൂമ, കുഷ്ഠരോഗം പിടിപെട്ട ഒരു സഹോദരി അവിടെ തവാഫ് ചെയ്യുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല സഹോദരി لو قعدت يا أمة الله لو قعدت في بيتك لا تؤذين الناس, നിങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കാതെ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൂടെ എന്ന് ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട്. ഈ കുഷ്ഠരോഗവുമായി വരുമ്പോ ഇബാദത്തിന് വരുന്ന ആളുകൾക്ക് ഒരു വെറുപ്പോ ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ തോന്നില്ലേ? നിങ്ങൾക്ക് വീട്ടിലിരുന്നാ പോരെ? നിങ്ങളിത് ചെയ്യേണ്ടതുണ്ടോ? അള്ളാഹു നിങ്ങൾക്ക് ഇളവ് തന്നിട്ടുണ്ടല്ലോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഫഖഅദത് ഫീ ബൈതിഹാ, ആ പെണ്ണ് പിന്നെ ഒരിക്കലും ഹജ്ജിന് വന്നിട്ടില്ല എന്ന് അവർ പിന്നെ വീട്ടിൽ പോയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ കുത്തേറ്റ് വഫാത്തായപ്പോ ആളുകൾ പറഞ്ഞു പെണ്ണേ, നിങ്ങളോട് മക്കയിലേക്ക് ഹജ്ജിന് തിക്കും തിരക്കുമുള്ള നേരത്ത് നിങ്ങളുടെ കുഷ്ഠരോഗവുമായി മക്കയിലേക്ക് ഹറമിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ ആൾ മരിച്ചുപോയിരിക്കുന്നു മദീനയിൽ, നിങ്ങൾക്ക് പൊയ്ക്കൂടെ? അപ്പൊ മഹദി പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ? വല്ലാഹി മാ കുൻതു ലിഉതിഅഹു ഹയ്യൻ വഅസിയഹു മയ്യിതാ, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ജീവിച്ചിരിക്കുമ്പോൾ അനുസരിക്കുകയും മരിച്ചുപോയാൽ പിന്നെ അതിനെതിരെ ചെയ്യുകയും ചെയ്യുന്ന ഏർപ്പാട് എനിക്കില്ല. ഞാൻ ഇപ്പോഴും അവരനുസരിക്കുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ തീരുമാനം മരണത്തിന്റെ ശേഷവും അങ്ങനെ തന്നെ കൊണ്ടുപോയൊരു മഹദി. ഇമാം ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അമവി ഭരണാധികാരികളിൽ രണ്ടാം ഉമർ എന്നറിയപ്പെട്ട മഹാൻ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുൻഗാമികളായ ഭരണാധികാരികൾ ജനങ്ങളിൽ നിന്ന് പിടിച്ചുപറ്റിയ മുഴുവൻ ഹക്കുകളും ജനങ്ങൾക്ക് തിരിച്ചു കൊടുത്ത മഹാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. സ്വന്തം ഭാര്യ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്, ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു ആ മഹദിക്ക്. കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോ രാജാവിന്റെ മകളാണ്, ഖലീഫയുടെ മകളാണ് ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്. അവരാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. ഒരുപാട് മുത്തുകളും പവിഴങ്ങളും വാപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സമ്പത്തുമായിട്ടാണ് വീട്ടിലേക്ക് കയറിയത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോളെ ഫാത്തിമ, നിങ്ങളുടെ കഴുത്തിലുള്ള ആഭരണം ഒന്ന് അഴിച്ചു തരൂ, നിങ്ങളുടെ കാതില അഴിച്ചു തരൂ, നിങ്ങളുടെ പാദസരം ഒന്ന് അഴിച്ചു തരൂ. ഇങ്ങനെ ആർഭാടം നമുക്ക് വേണ്ട. മുസ്ലിമീങ്ങളിൽ പാവപ്പെട്ട ആളുകൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോ ഇത് നമ്മൾ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ബൈത്തുൽ മാലിലേക്ക് കൊടുത്തേക്കാം, പൊതുസ്വത്തിലേക്ക് കൊടുത്തേക്കാം. അതുകൊണ്ട് മാലയും വളയും ഒക്കെ അഴിച്ചു തരൂ. അഴിച്ചു കൊടുത്തു ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഉദ്യോഗസ്ഥന്മാർ സക്കാത്തിന്റെ ഫണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി അവരത് സൂക്ഷിച്ചു വെച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഫാത്തായിരിക്കുന്നു.
കാതിലയില്ലാതെ, കഴുത്തിൽ മാലയില്ലാതെ, കാലുകളിൽ പാദസരമില്ലാതെ, കൈകളിൽ വളയില്ലാതെ ഒരു രാജകുമാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന അല്ലാഹുവിന്റെ സാഹിദായ ഒരു ഭരണാധികാരിയുടെ കൂടെ വർഷങ്ങളോളം ജീവിച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഞങ്ങൾ വഫാത്താകാൻ കിടക്കുമ്പോ വസ്ത്രം തുന്നിപ്പിടിപ്പിച്ച വസ്ത്രമായിരുന്നു. തുന്നിപ്പിടിപ്പിച്ച വസ്ത്രം. മസ്ലമത്ത് ഇബ്നു അബ്ദുൽ മലിക്, ഫാത്തിമയുടെ സഹോദരൻ, ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ അളിയൻ ഭാര്യയുടെ സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ഫാത്തിമ അമീറുൽ മുഅ്മിനീൻ ഇങ്ങനെ രോഗിയായി കിടക്കുമ്പോ ഒരുപാട് ആളുകൾ ഇവിടെ സന്ദർശിക്കാൻ വരും, വസ്ത്രം മാറ്റി കൊടുക്കണം. ഈ തുന്നിപ്പിടിച്ച വസ്ത്രമാണോ അമീറുൽ മുഅ്മിനീൻ, മദീന ആസ്ഥാനമായി ഇസ്ലാമിക ലോകം ഭരിക്കുന്ന ഒരു ഖലീഫ ഇങ്ങനെയാണോ കിടക്കേണ്ടത്? വസ്ത്രം ഒന്ന് മാറ്റിക്കൊടുക്കണ്ടേ? ആവാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് വന്നപ്പോഴും അത് തന്നെയാണ് വസ്ത്രം. സഹോദരൻ ദേഷ്യപ്പെട്ടു സഹോദരിയോട്, നിന്റെ ഭർത്താവല്ലേ ഫാത്തിമ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, നിനക്ക് വസ്ത്രം മാറിക്കൊടുത്തൂടെ? ഞാൻ കൊടുത്തേക്കാം. മൂന്നാമത്തെ ദിവസം വന്നു അതേ വസ്ത്രത്തിൽ. ഫാത്തിമയോട് ഒന്ന് ദേഷ്യപ്പെട്ട് ചോദിച്ചു മസ്ലമ, ഫാത്തിമ നീ എന്താണ് ഞാൻ പറഞ്ഞത് കേൾക്കാത്തത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് എന്താണ് ബഹുമാനപ്പെട്ടവരുടെ ഈ വസ്ത്രം നിങ്ങൾ മാറിക്കൊടുക്കാത്തത്? മുസ്ലിമയെ വിളിച്ചിട്ട് ഫാത്തിമ പറഞ്ഞു റളിയല്ലാഹു അൻഹാ, മുസ്ലിമ നിങ്ങൾക്കറിയുമോ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് ഈ ഒരു വസ്ത്രമല്ലാതെ വേറെ വസ്ത്രമില്ല. മാറ്റിക്കൊടുക്കണമെങ്കിൽ വേറൊരു വസ്ത്രം വേണ്ടേ? അമീറുൽ മുഅ്മിനീന് വേറൊരു വസ്ത്രമില്ല എന്ന് അന്നത്തെ ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ വഫാത്തായപ്പോ ആളുകൾ വന്ന് പറഞ്ഞു, ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്, അല്ലയോ ഫാത്തിമ, രാജകുമാരിയെ പോലെ ജീവിച്ചവരായിരുന്നല്ലോ നിങ്ങൾ. നിങ്ങളുടെ വാപ്പ അബ്ദുൽ മലിക് കോടീശ്വരനായിരുന്നല്ലോ. നിങ്ങളുടെ വാപ്പ തന്ന ആഭരണങ്ങൾ മുസ്ലിമീങ്ങളുടെ പൊതു ഖജനാവിലേക്ക് വേണമെന്ന് ഖലീഫ പറഞ്ഞപ്പോ ഞങ്ങളിത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ആഭരണങ്ങളിൽ സൂക്ഷിപ്പ് കിടപ്പാണ്, ഞങ്ങളിത് ആർക്കും വിതരണം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഫാത്തിമ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ എടുത്തു തരാം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ വഫാത്തായി പോയല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ആഭരണങ്ങൾ ഞങ്ങൾ എടുത്തു തരാം എന്നൊരു വാക്ക് പറഞ്ഞപ്പോ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് റളിയല്ലാഹു അൻഹ ആ മഹദി പറഞ്ഞു, എന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്നിൽ നിന്ന് വാങ്ങിച്ചത് ഭർത്താവിന്റെ മരണശേഷം ഇനി ഞാനത് തിരിച്ചു വാങ്ങില്ല. സ്വദഖത്തുൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ ഇത് സ്വദഖയാണ്, ഇതെനിക്ക് വേണ്ട എന്ന് ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് എന്ന അമവി ഭരണാധികാരിയുടെ പൊന്നുമോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, മാ കുൻതു ലിഉതിഅഹു ഹയ്യൻ വഅഅസിയഹു മൈതാ. ഉമർ തങ്ങളെ കുറിച്ച് ആ കുഷ്ഠരോഗമുള്ള പെണ്ണ് പറഞ്ഞ പോലെ ജീവിച്ചിരിക്കുമ്പോൾ അനുസരിക്കുകയും മരിച്ചുപോയാൽ അനുസരണം നിർത്തുകയും ഇത് ഞാൻ ചെയ്യില്ല. എപ്പോഴും ഒരുപോലെ ജീവിച്ചിരിപ്പുള്ള പോലെ തന്നെ. ഇങ്ങനെയാണ് മുസ്ലിം ഒരു ബാധ്യത ഏറ്റെടുക്കുന്നത്, കാര്യങ്ങളെ സമീപിക്കുന്നത് വളരെ സിൻസിയറായിട്ട് ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹുവിന് വേണ്ടി. അത് ആളുകളെ ബോധിപ്പിക്കുവാനല്ല. ഈ പാഠങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ യുവതലമുറയിൽ ഇനി കാണപ്പെടേണ്ട ഏറ്റവും വലിയ ഗുണങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ അവന് ഖാലിസായ അവന്റെ പ്രീതി കിട്ടാൻ മാത്രമായി ചെയ്യുന്ന അമലുകളായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിയിരിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. പിന്നെ നിൽക്കുന്ന ആളുകളുണ്ടത് കാണുമ്പോൾ വലിയ വിഷമം തോന്നുന്നുണ്ട്. പള്ളിയിൽ ഇരിക്കാൻ പറ്റും, നിങ്ങൾ ഇരിക്കും. നിന്നിങ്ങനെ നിൽക്കുമ്പോൾ കാലുവേദന ആവൂലേ? അപ്പോ വേണ്ടത് കുറച്ചേരം ഇരുന്നൂര്, ഇനി ഇരുന്നോ, ഞാൻ നിന്നോളാന്ന് പറഞ്ഞ് ചെയർ ഒഴിവാക്കി കൊടുക്കുക വേണ്ടത്. തമാശ പറയണേ. പള്ളിയിലിരിക്കാൻ പറ്റുമല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾക്ക് ക്ഷീണാവുകയാണെങ്കിൽ നിങ്ങൾ പോയി ഇരുന്നേക്കണം. നമ്മളൊരു 11:30 ഇൻഷാ അല്ലാഹ് നിർത്തുവേ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു, അവിടെ ഫ്രണ്ടിൽ ഒരു പായ വിരിച്ചിട്ടുണ്ട്, കുറച്ച് ആൾക്കാർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. ചെരുപ്പിട്ട് ചവിട്ടിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ നല്ല വൃത്തിയുണ്ട്. ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുക?
ആ സ്ത്രീകളൊന്ന് മുമ്പോട്ട് കസേരയൊക്കെ ഒന്ന് വലിച്ചാൽ ബാക്കിൽ ഇച്ചിരി ഇരിക്കാൻ സൗകര്യപ്പെടുത്താൻ പറ്റുമെന്ന് പറയുന്നുണ്ട് അല്ലേ? ബാക്കിൽ കസേര ഇടുന്നുണ്ടാ? ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. അപ്പൊ കുറച്ച് ആൾക്കാർക്ക് മുമ്പോട്ട് വരാൻ പറ്റുമേ? അവിടെ നിൽക്കുന്നവരുണ്ട്, ഒന്ന് മുമ്പോട്ട് വന്ന് ഇവിടെ ഇരുന്നോളൂ. സ്വസ്ഥമായിട്ട് കാലൊക്കെ നീട്ടിയിട്ടോ മടക്കിയിട്ടോ എങ്ങനെ ഇരിക്കട്ടോ, അത് ഞങ്ങൾക്ക് സമ്മതം തരികയാണ്. നിങ്ങൾക്ക് ആശ്വാസം പോലെ ഇരിക്കാം, എങ്ങനെ ഇരിക്കാം. കാല് പൊന്തിച്ചിട്ടോ താഴ്ത്തിയിട്ടോ വളച്ചിട്ടോ നിർത്തിയിട്ടോ ആശ്വാസം പോലെ ഇരുന്നോളൂ, റിലാക്സ് ആയിട്ട്. ഇങ്ങോട്ട് വരാനുള്ള വഴി കൊടുത്താൽ ഇവിടെ ഒരു 10-20 ആൾക്ക് ഇവിടെ ഇരിക്കാം. കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. സൗകര്യത്തിൽ ഇരിക്കണമെങ്കിൽ ഇങ്ങോട്ട് അവിടെ തിക്കി തിരക്കി ഇരിക്കണ്ട, അങ്ങോട്ടൊക്കെ ഇരിക്കുക. അൽഹംദുലില്ലാ. ത്വാഅത്തുൻ ബഅദൽ മൗത്ത്. മുസ്ലിമിന്റെ ഒരു പ്രത്യേകത അതാണ്. ഏറ്റെടുത്ത കാര്യം മരണം സംഭവിച്ചാൽ പോലും അത് ആരാണോ ഏൽപ്പിച്ചത് അവര് മരിച്ചാൽ പോലും നിങ്ങളെ കാര്യങ്ങൾ കൃത്യമാണ്. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോഴാണ് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ അഫഇൻ മാത ഔ ഖുതില ഇൻഖലബ്തും അലാ അഅഖാബികും ومن ينقلب على عقبيه فلن يضر الله شيئا. അങ്ങനെയൊക്കെ തന്നെ ഇത് ഇത്ര തന്നെ ആവുള്ളൂ അല്ലേ? നല്ല സൗണ്ട് സിസ്റ്റം ഉഷാറാണ്. എന്നാലൊരു ഒന്നും കൂടെ തുറക്കാനുണ്ട് എവിടെയോ. بسم الله الرحمن الرحيم. وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഇസ്ലാമിൽ നിന്ന് പടിയിറങ്ങിപ്പോയ ആളുകളുണ്ട്. നബി മരിച്ചോ എന്നാ പിന്നെ ഞാനില്ല, നബി വഫാത്തായോ ഞാൻ പിന്നെ സക്കാത്ത് തരില്ല എന്ന് പറഞ്ഞവര്, തങ്ങൾ വഫാത്തായാൽ ഇസ്ലാമിന്റെ കൂടെ ജിഹാദിന് ഇനി ഞാൻ വരില്ല എന്ന് പറഞ്ഞവര്, നബി വഫാത്തായാൽ പിന്നെ ഒരു സക്കാത്തും സ്വതക്കയും ഞാൻ തരില്ല എന്ന് പറഞ്ഞവര്, തങ്ങൾ വഫാത്തായതിൽ പിന്നെ നിസ്കാരം വരെ ഉപേക്ഷിച്ച ആളുകൾ മക്കയിൽ ഇസ്ലാമിലേക്ക് അവസാന കാലത്ത് കടന്നു വന്നവരിലുണ്ട്. ആ സമയത്താണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിഷയത്തിൽ ധീരമായി ഇടപെടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു നിയമവും നബി വഫാത്തായാൽ അതിനൊക്കെ എതിരും ചെയ്യുകയോ? അങ്ങനെ ഉണ്ടാവും. ഉസ്താദുമാരൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉസ്താദ് നാട്ടിൽ പോയാൽ പിന്നെ അവിടെ ചെയ്യാം. ഉസ്താദ് പോയിക്കണല്ലോ, അങ്ങനെ പറ്റില്ല എന്നാ. അനുസരണം എന്നത് പ്രസൻസിലും അഭാവത്തിലും ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരുപോലെ. നിങ്ങൾ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് സക്കാത്ത് നൽകുന്ന മൃഗത്തോടുകൂടെ ആ മൃഗത്തെ കെട്ടിയിടുന്ന കയറ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കയറ് പോലും നബി തങ്ങളുടെ വഫാത്തിന് ശേഷം സക്കാത്തിന്റെ സ്വത്തിന്റെ കൂടെ കിട്ടണമെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാരെങ്കിലും തടഞ്ഞു വെച്ചാൽ അവരോട് യുദ്ധം വരെ ചെയ്യാൻ ഞാൻ ഒരുക്കമാണെന്ന് ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത് ഈ ത്വാഅത്ത് ലഭിക്കാനാണ്. അല്ലാഹുവിനോടുള്ള അനുസരണത്തിൽ വ്യത്യാസം വരരുതേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബ് കാണിച്ചിട്ടുള്ള ആ ഒരു നിലപാടുകൾ മുസ്ലിം ഉമ്മത്തിന്റെ മാതൃകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമ്മത്തിനെ പിടിച്ചു നിർത്തുകയാണുണ്ടായത്. മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരൊക്കെയാണോ മുഹമ്മദ് നബിയെ ഇബാദത്ത് ചെയ്തിരുന്നത് അവരറിയട്ടെ മുഹമ്മദ് നബി തങ്ങൾ വഫാത്തായിരിക്കുന്നു. ومن كان يعبد الله
ആരാണോ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തിരുന്നത് അവരറിയട്ടെ അള്ളാഹു മരിച്ചു പോയിട്ടില്ല. നബി തങ്ങൾക്ക് ആരാണോ ഇബാദത്ത് ചെയ്തവർ അവരറിയട്ടെ നബി തങ്ങൾ വഫാത്തായിരിക്കുന്നു. ഇബാദത്ത് അള്ളാഹുവിനാണ്. നബി തങ്ങൾ അള്ളാഹുവിന്റെ ദൂതരാണ്. തങ്ങൾക്ക് മരണം സംഭവിക്കും, തങ്ങൾ വഫാത്തായി പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ പിന്തിരിഞ്ഞ് ഓടുകയാണോ? ആരെങ്കിലും പുറംകാല കൊണ്ട് പിന്തിരിഞ്ഞോടിയാൽ അള്ളാഹുവിന് ഒരു ഉപദ്രവവും അവർക്ക് ചെയ്യാൻ കഴിയില്ല. അവരവരെ തന്നെയാണ് ഉപദ്രവിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ശരിയാക്കണ്ട നമ്മുടെ സംഘാടകർ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട് ബക്കറ്റുമായിട്ട്. ഇൻഷാ അല്ലാഹ് കഴിയുന്ന പരമാവധി സംഭാവന കൊടുത്ത് വിജയിപ്പിക്കണേ. അള്ളാഹു സ്വീകരിക്കട്ടെ. بسم الله الرحمن الرحيم. وما محمد إلا رسول قد خلت من قبله الرسل فإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തായിരുന്നു അനുസരണ? ആ അനുസരണ വഫാത്തിന് ശേഷവും വേണം. റമളാൻ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നോ നമ്മുടെ അനുസരണ, റമളാൻ കഴിഞ്ഞാലും അത് വേണം. അതാണ് ഒരു മുസ്ലിമിന്റെ സമീപനം. റമളാൻ ഉണ്ടാകുമ്പോൾ നിസ്കാരം ക്ലിയർ, റമളാൻ കഴിഞ്ഞാൽ നിസ്കാരം തന്നെ ഇല്ല. ഇങ്ങനെ നമ്മൾ ആവരുത് എന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. അള്ളാഹുവിനോടുള്ള അനുസരണ എപ്പോഴും ഒരുപോലെ. ലൈലത്തുൽ ഖദറിൽ ഉണ്ടാകുന്ന ഒരു മനസ്സ് പൊട്ടിയുള്ള ഒരു പ്രാർത്ഥന, ലൈലത്തുൽ ഖദർ കഴിഞ്ഞാലും ദുആയിരക്കാം. റമളാനിൽ ഉണ്ടാകുന്ന ഒരു ഉന്മേഷം റമളാൻ കഴിഞ്ഞാലും ഉണ്ടായിക്കൂടെ? റമളാൻ കഴിയുമ്പോഴേക്കും അള്ളാഹു തിരിച്ചുപോയി എന്ന് ചിന്തിക്കുന്ന പോലെ, ഇനി പടച്ചോൻ കാണൂല എന്നൊക്കെ ചിന്തിക്കുന്ന പോലെ, കൂനൂ റബ്ബാനിയീൻ വലാ തകൂനൂ റമളാനിയീൻ. നിങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാവണം, റമളാനിന്റെ അടിമകളാവല്ലിൻ. ഉലമാ പഠിപ്പിക്കുന്നുണ്ട്. എപ്പോഴും അനുസരണം ഒരുപോലെ. നബി തങ്ങളുടെ വഫാത്ത് സംഭവിച്ചപ്പോഴേക്കും പിന്തിരിഞ്ഞ് നടന്നവരോടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങൾ പിന്തിരിഞ്ഞു പോയാൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ഉപദ്രവിക്കുന്നത്, അള്ളാഹുവിനൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. അങ്ങനെ നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഉയർത്തെഴുന്നേൽപ്പ് നടത്തിയ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന ഒരു കള്ളപ്രവാചകനുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബ്, കള്ളപ്രവാചകൻ, നബിയാണെന്ന് വാദിച്ചവൻ. നബി തങ്ങൾ പറയുമായിരുന്നു, എനിക്ക് ശേഷം 30 നബിയൻ, 30ഓളം ആളുകൾ കദിബൻ, നുണ പറഞ്ഞിട്ട് വരും ഞാൻ നബിയാണെന്ന് പറഞ്ഞുകൊണ്ട്. ഖാദിയാനികളുടെ ഗുലാം അഹ്മദ് ഖാദിയാനി അങ്ങനെ ഒരു കള്ളപ്രവാചകനാണ്. നുണ പറഞ്ഞുകൊണ്ട് പ്രവാചകത്വം വാദിച്ചവനാണ്. 30ഓളം ആളുകൾ ഖിയാമത്തിന്റെ മുമ്പ് കള്ളപ്രവാചകത്വവുമായി കടന്നു വരാനുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ മുസൈലിമത്തുൽ കദ്ദാബിന്റെ തുടക്കമുണ്ടായിട്ടുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബ് നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം തലപൊക്കാൻ നിന്നപ്പോഴാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹദിൽ വെച്ച് വകവരുത്തിയ വഹ്ശി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അടിമയായിരുന്നു. അന്ന് വഹ്ശി പിന്നെ മുസ്ലിമായിട്ടുണ്ട്. വഹ്ശി മുസ്ലിമാവാൻ കാരണം ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ഒരു സംഭവത്തിൽ ബഹുമാനപ്പെട്ടവർക്ക് തോന്നിയ പശ്ചാത്താപമാണ്. മുസ്ലിമാവാൻ അല്ലാഹു തൗഫീഖ് കൊടുത്തു.
അന്ന് അടിമത്വത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചെറിയൊരു ചാട്ടുളി എറിഞ്ഞുകൊണ്ട് വധിച്ചതാണ്. ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായി. ബഹുമാനപ്പെട്ടവർ മുസ്ലിമായി വന്ന് നബിയുടെ സദസ്സിൽ വന്നിരിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു, വഹ്ശി, നിങ്ങൾ ഒരൽപ്പം സദസ്സിന്റെ പിന്നിൽ പോയിരിക്കുമോ? നിങ്ങളൊന്ന് മാറി നിൽക്കുമോ? നിങ്ങളുടെ മുഖം കാണുമ്പോൾ നിങ്ങളുടെ കയ്യാൽ വഫാത്തായ എന്റെ പിതൃ സഹോദരൻ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ ഇങ്ങനെ കാണുകയാണ് നിങ്ങളുടെ മുഖത്തൂടെ. അതുകൊണ്ട് വഹ്ശി, എനിക്കത് ഓർക്കാൻ കഴിയുന്നില്ല, നിങ്ങളൊന്ന് മാറി നിൽക്കണം. നബി പറയുമായിരുന്നു. ആ വഹ്ശി റളിയല്ലാഹു അൻഹു തീരുമാനിച്ചിട്ടുണ്ട്, എങ്ങാനും ഒരവസരം കിട്ടിയാൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ അന്ന് വിവരമില്ലാത്ത കാലത്ത് ഇസ്ലാമിലേക്ക് ഞാൻ വരുന്നതിന്റെ മുമ്പ് ഹംസ തങ്ങളെ ഉഹദിൽ വെച്ച് വധിച്ചതിന് പകരം അതിന് അല്ലാഹുവിന് പകരം കൊടുക്കാൻ ഈ കള്ളപ്രവാചകന്റെ ചങ്കിലേക്ക് ഞാൻ എന്റെ ചാട്ടുളി എറിയുമെന്ന് അന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു വഹ്ശി റളിയല്ലാഹു അൻഹു. അല്ലാഹു ഹിദായത്ത് കൊടുത്ത സ്വഹാബിയായി മാറി. മുസൈലിമത്തുൽ കദ്ദാബുമായുള്ള യുദ്ധം നടക്കുമ്പോ വഹ്ശി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്റെ ചാട്ടുളിയും പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് മുസൈലിമയെ കാണാൻ. മുസൈലിമയുടെ കയ്യിൽ ഒരു വാളുണ്ട്. മുസൈലിമ വാള് പിടിച്ച് ഇങ്ങനെ നടക്കുന്ന നടത്തം. ഞാനിങ്ങനെ മുസൈലിമയെ എറിയാൻ നോക്കുമ്പോ എന്നെ പോലെ മറ്റൊരു സ്വഹാബിയും മുസൈലിമയെ ലക്ഷ്യമാക്കി നടക്കുന്നുണ്ടെന്ന് ഞാൻ കണ്ടു. ഞാൻ എന്റെ ചാട്ടുളി റെഡിയാക്കി അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് മുസൈലിമയുടെ കഴുത്തിലേക്ക് ആ ഒരു ഏറിലാണ് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിൽ ഷഹീദായ പോലെ ആ ഒരൊറ്റ ഏറിലാണ് വഹ്ശി റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ഏറിലാണ് ഈ കള്ളപ്രവാചകൻ മുസൈലിമത്തുൽ കദ്ദാബ് നിലംപരിശാവുന്നത്. എന്തിനാണെന്നറിയുമോ? ആ മുമ്പ് ചെയ്തു പോയ തിന്മക്ക് പകരം ഒരു നന്മയെ പ്രതിഷ്ഠിക്കുകയാണ്. ചെറുപ്പക്കാരെ, സമയം അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തതിൽ എങ്ങനെയെല്ലാം ചെലവഴിച്ചിട്ടുണ്ടോ? സിനിമ കണ്ടിട്ടും പാട്ടുപാടിയിട്ടും നൃത്തങ്ങൾ കണ്ടിട്ടും നൃത്തം ചെയ്തിട്ടും മ്യൂസിക് ശ്രദ്ധിച്ചുകൊണ്ടും ഇങ്ങനെ നമ്മൾ എത്ര സമയം അള്ളാഹുവിന്റെ പൊരുത്തത്തിലില്ലാതെ ചെലവഴിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഒക്കെ പകരം അള്ളാഹുവിന് ഇഷ്ടമുള്ളൊരു വഴിയിലേക്ക് നമ്മളതിന് പ്രതിവിധിയായി, അതിന് ഒരു പരിഹാരമായി, ഒരു കോമ്പൻസേഷനായി നമ്മൾ അത്രയും സമയം ഖുർആൻ ഓതിയിട്ടോ, അത്രയും സമയം സ്വലാത്തും ദിക്റും ചൊല്ലിയിട്ടോ, അത്രയും സമയം അള്ളാഹുവിന്റെ പള്ളിയിൽ ഇഅ്തികാഫിരുന്നിട്ടോ ഒന്ന് പകരം കൊടുക്കാൻ നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ടോ? തോന്നേണ്ടതല്ലേ? എത്രയെല്ലാം നിസ്കാരം ഖളാ ആയിപ്പോയിട്ടുണ്ടോ? ആ നിസ്കാരങ്ങളെ ഖളാ വിട്ടുന്നതോടൊപ്പം ഇനിയുള്ള നിസ്കാരങ്ങളോടൊപ്പം അതിന്റെ സുന്നത്തുകൾ പരിപാലിച്ചുകൊണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ എടുത്തുകൊണ്ട് റവാത്തിബ് സുന്നത്ത് എടുത്തുകൊണ്ട് പരിഹരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? റമളാനിൽ നോമ്പ് നോൽക്കാതെ വിവരമില്ലാത്ത കാലത്ത് റമളാനിൽ നോമ്പ് നഷ്ടപ്പെടുത്തിയത്, പ്രായപൂർത്തി ആയതിന്റെ ശേഷം റമളാനിന്റെ നോമ്പുകൾ നഷ്ടപ്പെടുത്തിയത് ഖളാ വീട്ടലോടുകൂടെ തന്നെ. ഇവിടെ നിന്ന് അങ്ങോട്ട് ആ നഷ്ടപ്പെടുത്തിയതിന് പകരം ഇനി ഞാൻ എല്ലാ വെള്ളിയാഴ്ച, എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ഒരു മാസത്തിലെ അയ്യാമുൽ ബീദിൽ, ഒരു അറബി മാസത്തിലെ 13, 14, 15 ദിവസങ്ങൾ, മുഹറത്തിന്റെ ആദ്യ ഭാഗം, ദുൽഹിജ്ജയുടെ ആദ്യ ഭാഗം ഞാൻ സുന്നത്ത് നോമ്പെടുക്കും. റമളാൻ നഷ്ടപ്പെടുത്തിയതിന് പകരം അല്ലാഹുവിനെ മറന്നുകൊണ്ട് ലോകത്തിന്റെ മറ്റു പല ഭാഗത്തേക്കും യാത്ര പോയപ്പോ, ഒരു ഉംറ ചെയ്യാൻ സാധിക്കാതെ പോയപ്പോ, ഇനി ഇവിടെ നിന്നങ്ങോട്ട് കഴിയുമെങ്കിൽ ഓരോ വർഷവും ഒരു റമളാനില്ലെങ്കിലും ഒരു തവണ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഹറം ഞാൻ സന്ദർശിക്കും. ശുദ്ധമായ ഹറമിൽ ചെന്ന് ഞാൻ അല്ലാഹുവിന് വേണ്ടി ഒരു മാസക്കാലം റമളാൻ ഞാൻ ഹറമിൽ ചെലവഴിക്കും. എന്തേ? ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഞാനിതിനെ പകരം ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് നല്ല ദൃഢനിശ്ചയത്തോടുകൂടെ നന്മയിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കുമോ? മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് തന്നെ അഹ്വാസ് പ്രദേശത്ത് യുദ്ധം നടക്കുമ്പോ മഹാനായ സ്വഹാബി റബീ ഇബ്നു സിയാദ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവരുടെ സഹോദരനുണ്ട് അൽ മുഹാജിർ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു. ചെറിയ മകനാണ്, ചെറുപ്പക്കാരനാണ്. റബീ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു മകനെയും കൈപിടിച്ചുകൊണ്ടാണ് യുദ്ധത്തിലേക്ക് പോകുന്നത്. മകൻ മുഹാജിർ എന്നവർ റളിയല്ലാഹു അൻഹു കൊച്ചുകുട്ടിയാണ്, ചെറുപ്പക്കാരനാണ്, ടീനേജുകാരനാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളാൻ പോകുമ്പോ മഹാനായ സിയാദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ
റബീ എന്നവർ, അവരുടെ സഹോദരൻ മുഹാജിർ എന്നവര്. സഹോദരൻ ചെറുപ്പക്കാരനാണ്, വളരെ ചെറിയ പ്രായമാണ്, ടീനേജുകാരനാണ്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, റബീ എന്നവരോട് പറഞ്ഞു, റബീ എന്നവരെ, മുസ്ലിമീങ്ങൾ ഇതിൽ മരിച്ചൊടുങ്ങാൻ പോകുന്നുണ്ട്, ഒരുപാട് നഷ്ടം മുസ്ലിമീങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം എന്റെ ശരീരം അള്ളാഹുവിന് ഞാൻ വിൽപ്പന നടത്തിയിരിക്കുന്നു. എന്റെ ശരീരം അള്ളാഹുവിന് കൊടുത്തിരിക്കുന്നു. അതിന് പകരം എനിക്ക് സ്വർഗം വേണം. യുദ്ധം കൊടുമ്പിരി കൊള്ളാൻ പോകുന്നു. നോമ്പ് നോറ്റിട്ടുണ്ട്. നോമ്പ് നോറ്റിയ വിഷമത്തിലാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു സുന്നത്ത് നോമ്പെടുത്ത മുഴുവൻ ആളുകളോടും നോമ്പ് മുറിക്കാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾ നോമ്പ് മുറിക്കണേ, ഈ യുദ്ധത്തിൽ നമുക്ക് ക്ഷീണം സംഭവിച്ചേക്കും. മഹാനായ സ്വഹാബി റബീ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു, അവരുടെ സഹോദരൻ അൽ മുഹാജിർ റളിയല്ലാഹു അൻഹു, രണ്ടുപേരും പറഞ്ഞു, നമ്മൾ നോമ്പുകാരാണ്, പക്ഷേ നോമ്പ് നോറ്റുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകണം. യുദ്ധം കൊടുമ്പിരി കൊള്ളാൻ പോകുന്നു. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ പോവുകയാണ്. ശത്രുവിനെ വകവരുത്താൻ വേണ്ടി പോകുന്നു മഹാനായ അൽ മുഹാജിർ റളിയല്ലാഹു അൻഹു. ദാഹം തൊണ്ട വരണ്ടിരിക്കുകയാണ്. വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ട്, നോമ്പ് മുറിക്കാൻ തോന്നുന്നുണ്ട്. നോമ്പ് മുറിക്കുന്നില്ല. യുദ്ധക്കളത്തിലേക്ക് ഓടിച്ചെന്നു. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ മഹാനായ സ്വഹാബി, അവരുടെ സഹോദരൻ രണ്ടുപേരും നോമ്പുകാരായി ആ യുദ്ധത്തിലേക്ക് എടുത്തു ചാടി അള്ളാഹുവിന്റെ സ്വർഗം വാങ്ങിപ്പോന്നത്. അള്ളാഹുവിന് വേണ്ടി ശരീരം വിൽപ്പന ചെയ്തവർ. എന്താണ് ആ വിൽപ്പന? അള്ളാഹുവിന് വേണ്ടി ചെയ്ത ത്യാഗം. ഞാനിത് നൽകുകയാണ് റബ്ബേ, പകരം നീ സ്വർഗം തരണം. നോമ്പ് നിങ്ങൾ മുറിച്ചോളൂ, സുന്നത്ത് നോമ്പ് മുറിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴും നോമ്പ് ഞാൻ മുറിക്കാതെ തന്നെ സുന്നത്ത് നോമ്പെടുത്തുകൊണ്ട് ഞാൻ യുദ്ധത്തിലേക്ക് വരികയാണ്. ഈ ഒരു അസീമ മനസ്സിൽ വന്ന ഈ ഒരു ഉറപ്പ്, അള്ളാഹുവിന്റെ ദീനിൽ തോന്നിയ ഈ ഒരു ഉറപ്പ്, ഖൽബിന് കിട്ടിയ അടങ്ങാത്ത ഈമാൻ. സത്യവിശ്വാസികളെ, ചെറുപ്പക്കാരെ, നമ്മുടെ ഖൽബുകളിൽ ഇങ്ങനെ ദീനിനോടൊരടുപ്പം തോന്നിയിട്ടുണ്ടോ? യർമൂക്ക് യുദ്ധം, 1000ഓളം സഹാബികൾ യർമൂക്കിലേക്ക് വരുന്നു. അവരിൽ 100ഓളം സഹാബികൾ ബദരീങ്ങളാണ്. യർമൂക്കിലേക്ക് യുദ്ധത്തിന് വന്നവർ അവരിലുണ്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് ഇബ്നു ജബലും ആ യുദ്ധത്തിലുണ്ട്. യർമൂക്കിലേക്ക് വരുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. റോമക്കാരുമായുള്ള യുദ്ധമാണത്. റോമക്കാരനായ നേതാവ് മഹാന്മാരായ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് നിങ്ങളിൽ പടപൊരുതാൻ തയ്യാറുള്ളത്? അബൂ ഉബൈദ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു ആണ് നേതാവ്. മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബൂ ഉബൈദ, ആ റോമക്കാരനോട് പടപൊരുതാൻ ഞാൻ പോകട്ടെയോ എന്ന് ചോദിക്കുന്നു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ മുആദ് എന്നവരെ, സഅൽതുക ബിഹഖി റസൂലില്ലാഹി അൻ തൽസമ റായതക. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹഖിനെ മുൻനിർത്തി പറഞ്ഞു മുആദ് റളിയല്ലാഹു അൻഹു. അബൂ ഉബൈദ, നബി തങ്ങളുടെ ഹഖിനെ വിചാരിച്ച് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആ പതാക പിടിച്ചാൽ മതി. റോമക്കാരുടെ മുമ്പിൽ ഇസ്ലാമിന്റെ പതാക നിങ്ങൾ പിടിക്കുന്നതാണ് എനിക്കുത്തമം, എനിക്കിഷ്ടം. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ഉബൈദ, റോമക്കാരന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ എന്റെ മകൻ അബ്ദുറഹ്മാൻ തയ്യാറാണ്. യാ മഅശറൽ മുസ്ലിമീൻ, يا معشر المسلمين من أراد فرسا فهذا فرسي. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് റോമക്കാരനോട് മറുപടി കൊടുക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അബൂ ഉബൈദ നമ്മുടെ നേതാവിനോട് പറഞ്ഞു പതാക പിടിക്കാൻ. അതുകൊണ്ട് ആരെങ്കിലും യുദ്ധത്തിലേക്ക് എടുത്തു ചാടാൻ തയ്യാറുണ്ടെങ്കിൽ എന്റെ കുതിര ഇതാ റെഡിയാണ് ഇവിടെ. മുആദ് റളിയല്ലാഹു അൻഹു അവരുടെ കുതിര കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് ചെറുപ്പക്കാരനായ ടീനേജുകാരനായ അൽ മുഹാജിർ എന്നവരെ പോലെ തന്നെ ചെറുപ്പക്കാരനായ അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, ബാപ്പാ, നിങ്ങളുടെ കുതിര എനിക്ക് വേണം, ഞാൻ പോയി യുദ്ധം ചെയ്യാം. യാ അബതാ,
എന്റെ ഉപ്പാ, ഇന്നി ഖാരിജുൻ ഇദാ ഹാദൽ അലജ്, ഈ ദുഷ്ടന്റെ മുമ്പിലേക്ക് ഞാൻ പോവുകയാണ്. ഫഇൻ സബർത് ഫഇന്നൽ മിന്നത ലില്ലാഹ്, ഈ യുദ്ധത്തിൽ ഞാൻ എന്റെ ശത്രുവിനെ വകവരുത്തുകയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എനിക്കല്ല, അല്ലാഹുവിനാണ്. വഇൻ ഖതലനി, ആ ശത്രു എന്നെ കൊല്ലുകയാണെങ്കിൽ ഫസ്സലാമു അലൈക യാ അബതാ, വാപ്പാ ഞാൻ നിങ്ങളോട് അവസാനത്തെ സലാം പറഞ്ഞു പിരിയുകയാണ്. യുദ്ധത്തിലേക്ക് പോവാൻ വാപ്പയോട് പറയുന്നു, ഉപ്പാ എന്നെ ആ ശത്രു കൊല്ലുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്ന അവസാനത്തെ സലാമാണത്. وإن كان لك إلى رسول الله حاجة فأوصني بها, നബിയോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് ഇപ്പോൾ പറഞ്ഞോളൂ വാപ്പാ. ഞാൻ മരിച്ചുപോയാൽ അല്ലാഹുവിന്റെ റസൂലിനെ കാണും, നബിയോട് ഞാൻ ചെന്ന് നിങ്ങളുടെ വല്ല വസിയത്തും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. ആരായി പറയുന്നത്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൻ അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. വാപ്പ പറയുന്നത് ശിർക്കാണ് മോനെ, കുഫറാണ് മോനെ എന്നല്ല. മോനെ നീ എന്താ പറയണത്? മരിച്ചുപോയി നബിയെ കാണുമെന്നോ, നബിയോട് എന്റെ വസിയത്ത് പറയാൻ പറ്റുമെന്നോ? മോനെ അങ്ങനെ നീ പറയുകയാണെങ്കിൽ എന്റെ റസൂലിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നീ പറഞ്ഞേക്കണം, എന്റെ സലാം പറഞ്ഞേക്കണം, എന്റെ നബി തങ്ങളോട് പറഞ്ഞേക്കണം, ജസാകല്ലാഹു അൻ ഉമ്മതിക ഖൈറൻ യാ റസൂലല്ലാഹ്. വാപ്പയായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മോനോട് ഷഹാദത്തിന് വേണ്ടി പോകുമ്പോ, രക്തസാക്ഷിയായി മരിക്കാൻ പോകുമ്പോ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണത്, മോനെ നബിയോട് എന്റെ സലാം പറയണം. അത് മാത്രമല്ല, ജസാകല്ലാഹു അൻ ഉമ്മതിക ഖൈറൻ യാ റസൂലല്ലാഹ്, നബിയേ ഈ ഉമ്മത്തിന് പകരം അല്ലാഹു നിങ്ങൾക്ക് ഖൈർ ചെയ്യട്ടെ എന്ന് പറഞ്ഞേക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയാൻ പറഞ്ഞയച്ചു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ യാത്രയപ്പ് നൽകുകയാണ്. ഗൾഫിലേക്കല്ലായി പോകുന്നത്, ജോലിക്കല്ലായി പോകുന്നത്, പഠിക്കാനുള്ള യാത്രക്കല്ല പോകുന്നത്, വിനോദയാത്രക്കുള്ള യാത്രയല്ല. ഷഹീദാവാൻ പതാക പിടിച്ചിരിക്കുന്ന വാപ്പ, ആ പിതാവിന്റെ കൺമുമ്പിൽ നിന്ന് രക്തസാക്ഷിയാകാൻ പോകുന്ന അബ്ദുറഹ്മാൻ എന്ന പുഞ്ചുമോനോട്, ചെറുപ്പക്കാരനോട് മുആദ് റളിയല്ലാഹു അൻഹു എല്ലാം പറഞ്ഞേൽപ്പിച്ചു. മോനെ ഇനി അങ്ങോട്ട് വാപ്പാക്ക് നിന്നെ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്റെ നബിയോട് എന്റെ സലാം പറഞ്ഞേക്കണം, നബി തങ്ങളോട് എന്റെ ദുആ അറിയിച്ചേക്കണം. ജസാകല്ലാഹു ഖൈറൻ അൻ ഉമ്മതിക യാ റസൂലല്ലാഹ്, നബിയേ ഈ ഉമ്മത്തിന് പകരം നിങ്ങൾക്ക് ഖൈറുണ്ട് എന്ന് പറഞ്ഞേക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാം, തങ്ങളോടുള്ള സലാമും പറഞ്ഞേൽപ്പിച്ച് മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ റോമക്കാരനായ ദുഷ്ടനായ യോദ്ധാവിന്റെ മുമ്പിലേക്ക് ചെന്നു. റോമക്കാരൻ മുആദ് തങ്ങളുടെ പൊന്നുമോൻ തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുമാ തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. റോമക്കാരന്റെ വാളെടുത്ത് ആ യുദ്ധത്തിൽ തലയുടെ മൂർധാവിലേക്കൊരു വെട്ടുകൊടുത്തു. ആർക്കാണ് ആ വെട്ടുകൊണ്ടത്? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ. മുആദ് തങ്ങളുടെ ചെറിയ മകന്, ചെറുപ്പക്കാരനായ മോന്റെ തലയിലേക്ക് തലപ്പാവ് രണ്ട് കഷ്ണമായിട്ടുണ്ട്. തലപ്പാവ് രണ്ട് കഷ്ണമായെന്ന് മാത്രമല്ല, തല പിളർന്നിരിക്കുകയാണ്. ആ പിളർന്ന തലയുമായി ഓടി വന്നു അപ്പയുടെ മുമ്പിലേക്ക്. അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഓടി വന്നുകൊണ്ട് പറഞ്ഞു, ഖതലനി അൽ അലജു യാ അബതാ, വാപ്പാ റോമക്കാരനായ ആ ദുഷ്ടൻ എന്നെ വധിച്ചു കളഞ്ഞുവല്ലോ. മുആദ് റളിയല്ലാഹു അൻഹു എന്ന വാപ്പ മകന്റെ തല പിളർന്നിരിക്കുന്ന കാഴ്ച കാണുന്നു. മകന് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, മകനപ്പോൾ സംസാരശേഷിയുണ്ട്, ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. മകനോട് പറഞ്ഞു മുആദ് റളിയല്ലാഹു അൻഹു, മോനെ വമല്ലദീ തുരീദു മിനദ്ദുനിയാ യാ ബുനൈ, മോനെ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ നിന്ന് ഇനി എന്താണ് വേണ്ടത്? وليس بينك وبين الجنة إلا خطوات, ഏതാനും കാലടികളാണ് നിങ്ങളുടെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ളത്. ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത് മോനെ? സ്വർഗം നിങ്ങളുടെ കൺമുമ്പിലാണ്.
എന്താ മോനെ വേണ്ടത്? തല പിളർന്നിരിക്കുകയാണ്. അതുകൊണ്ട് മോനെ വാപ്പയുടെ മുമ്പിലേക്ക് മോൻ തിരിച്ചു വരുന്നത് എവിടെ നിന്നുള്ള ഓട്ടമാണ് മോനെ? സ്വർഗം കൺമുമ്പിലുണ്ടായിരിക്കെ എങ്ങോട്ടാണ് നിങ്ങൾ ഓടുന്നത്? മോനോട് പറഞ്ഞു, മോനെ ആ ദുഷ്ടന്റെ അടുത്തേക്ക് തന്നെ ചെല്ലിൻ, ഒന്ന് യുദ്ധം ചെയ്യിൻ, ധീരമായി പോരാടിൻ മോനെ. ഇത് നിങ്ങൾക്ക് ഷഹാദത്ത് തരാൻ അള്ളാഹുവിന്റെ തീരുമാനമുണ്ട്. അബ്ദുറഹ്മാൻ തിരിച്ചു നടന്നേക്കണം യുദ്ധക്കളത്തിലേക്ക്. ആ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു നടക്കാൻ പറഞ്ഞു വാപ്പ. മുആദ് റളിയല്ലാഹു അൻഹു പിളർന്ന തലയുമായി അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു നടന്ന് ശത്രുവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോഴേക്കും ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. രണ്ടാമതും ഒരു വെട്ടാനുള്ള അവസരം ശത്രുവിന് അല്ലാഹു നൽകിയില്ല. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ പൊന്നുമോൻ അവിടെ തന്നെ വീണ് ഷഹീദാവുകയാണ്. വാപ്പയുടെ മുമ്പിലേക്ക്, വാപ്പാ എന്നെ ആ ശത്രു കൊന്നല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചു വന്നപ്പോ, മോനെ നിങ്ങൾക്കിനി എന്താണ് വേണ്ടത്? സ്വർഗമല്ലേ മുമ്പിലിരിക്കുന്നത്, സ്വർഗം നിങ്ങളുടെ കൺമുമ്പിൽ കിടക്കുകയല്ലേ, തിരിച്ചു പോ അബ്ദുറഹ്മാൻ, ധൈര്യമായി പോ, ധീരമായി പോരാട്, സ്വർഗത്തിലേക്ക് പോയെന്ന് പൊന്നുമോൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് വാപ്പ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു സ്വർഗത്തിലേക്കുള്ള യാത്രയായിരുന്നു അത്. ആഹ് ക്യാ ആയേ റിയാസേ ദഹർ മേ ഹം ക്യാ ഗയേ, ജിന്ദഗി കി ശാഖ് മേ ഫൂട്ടേ ഖിലേ മുർജാ ഗയേ. സ്വർഗം വിളിക്കുകയായിരുന്നു, സ്വർഗം വിളിക്കുകയായിരുന്നു. പുത്ലി കി തറാ ഹർ നസർ സേ മസ്തൂർ ഹേ തൂ, ആँखें जिसे ढूंढती हैं वो राज है तू. സ്വർഗം കാണാൻ, അല്ലാഹുവിനെ കാണാൻ വെമ്പൽ കൊണ്ടുപോയ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഈ ഒരു അസീമ, അല്ലാഹുവിന്റെ വിഷയത്തിലുള്ള ഉറപ്പ്, ആ ഒരു ധൈര്യം, ആ ഒരു ശൂരത, ഈ തരത്തിലുള്ള ഒരു ഉന്മേഷം, അല്ലാഹുവിന്റെ സ്വർഗലോകത്തേക്ക് പോകാൻ സ്വഹാബികൾ യുദ്ധക്കളത്തിലേക്കായി ഇറങ്ങിയത്. നമുക്ക് നിസ്കാരത്തിന് സ്വഫ് കെട്ടുമ്പോ ഉന്മേഷത്തോടുകൂടെ ഒന്ന് നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി സ്വഫുകൾ റെഡിയാക്കണേ എന്ന് പറയുമ്പോ ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് ഞാൻ ഉന്മേഷത്തോടുകൂടെ നിൽക്കട്ടെ. وَإِذَا قَامُوا إِلَى الصَّلَاةِ قَامُوا كُسَالَى. നിസ്കാരത്തിലേക്ക് മടിയന്മാരായി എഴുന്നേൽക്കുന്നവരെ കുറിച്ച് മുനാഫിക്കുകളാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മുനാഫിക്കുകളായ ആളുകൾ നിസ്കരിക്കാൻ നിൽക്കുന്നത് ഉന്മേഷമില്ലാതെയാണ്. ആർക്കോ വേണ്ടി. ഇതെപ്പോഴാ തീരുന്നത് എന്ന് നോക്കി. ഇമാം എങ്ങാനും നിസ്കാരം നീട്ടിക്കൊണ്ടു പോകുമ്പോഴേക്കും മടി വരുന്ന അവസ്ഥ, മടുപ്പ് വരുന്ന അവസ്ഥ, സലാം വീട്ടി തിരിച്ചു പോരാൻ ആഗ്രഹിക്കുന്ന പോലെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചോര കൊടുത്ത് ശരീരം കൊടുത്ത് സ്വർഗം താ പടച്ചവനെ എന്ന് ചോദിച്ചു പോയ ഈ മഹത്തുക്കളുടെയൊക്കെ ചരിത്രം നമ്മൾ പറയുമ്പോ നമ്മുടെ ഇബാദത്തുകളെങ്കിലും ഒന്ന് ഉന്മേഷത്തോടുകൂടെ നിസ്കരിക്കാനോ, ഒരു ഉത്സാഹത്തോടുകൂടെ നോമ്പെടുക്കാനോ, ഒരു ആർത്തിയോടുകൂടെ ആഗ്രഹം മനസ്സിൽ നിറച്ചുകൊണ്ട് ശുദ്ധ ഖുർആൻ കയ്യിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതുവാനോ, ഒന്ന് അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുവാനോ, ഹബീബിനെ കാണാൻ കൊതിയൂറി നബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുവാനോ നമുക്ക് സാധിക്കുന്നുണ്ടോ? യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ. യഹ്യ നബിയെ, ഇത് അല്ലാഹുവിന്റെ ദൗത്യമാണ്, മുറുകെ പിടിച്ചേക്കണം, മുറുകെ പിടിച്ചേക്കണമെന്ന് യഹ്യ നബിയോട് അല്ലാഹു പറഞ്ഞത് അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയം ഗൗരവത്തിലെടുക്കണമെന്ന് പഠിപ്പിക്കുവാനാണ്. ഗൗരവത്തിലെടുക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലിൽ നീര് വന്ന് വീർത്തപ്പോഴാണ് ആയിഷത്തു സിദ്ദീഖ ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു അൻഹാ ആയിഷ ബീവി ചോദിച്ചത്, ലിമ തഫ്അലു ഹകദാ യാ റസൂലല്ലാഹ് വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. എന്തിനാണ് നബിയെ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? ലിമ തഫ്അലു ഹകദാ യാ റസൂലല്ലാഹ്, എന്തിനു നബിയെ നിങ്ങൾ ബുദ്ധിമുട്ടണം? ഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മുൻകഴിഞ്ഞതും പിൻകഴിഞ്ഞതുമായ പാപങ്ങൾക്കിടയിൽ അല്ലാഹു മറവച്ചിട്ടില്ല നബിയെ. അങ്ങ് പാപ സുരക്ഷിതരാണല്ലോ നബിയെ, അങ്ങ് മഅസൂമാണല്ലോ നബിയെ, പാപങ്ങളില്ലാത്തവരല്ലോ നബിയെ. അല്ലാഹു തആല അങ്ങയുടെയും
പാപങ്ങൾക്കും ഇടയിൽ മറവെച്ചവനാണല്ലോ. അങ്ങനത്തെ നബിയെ കാലിൽ നീര് വന്ന് വീർക്കുന്നവരെ, കാലിൽ നീര് കിട്ടുന്നത് വരെ അങ്ങ് നിന്ന് നിസ്കരിക്കണമോ? 70 വയസ്സായ നബിയല്ല ഇത്, 80 കഴിഞ്ഞ നബിയല്ല ഇത്, ആരോഗ്യമുള്ള 63 വയസ്സിലാ നബി തങ്ങൾ ലോകത്തോട് വിട പറയുന്നത്. ആ സമയത്തിനിടക്ക് രാത്രികാലങ്ങളിലെ ദീർഘമായ നിസ്കാരങ്ങളിൽ നിന്നുകൊണ്ട് കാലിൽ നീര് വന്ന് വീർത്തിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. എന്തിനാണിത് ചെയ്യുന്നത് എന്ന് ആയിഷ ബീവിയുടെ ചോദ്യത്തിന് മറുപടി, അവലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറാ. ആയിഷ ബീവി, അല്ലാഹുവിന് നന്ദി ചെയ്യണ്ടയോ? ഞാൻ അല്ലാഹുവിന് നന്ദിയുള്ള അടിമയാവണ്ടയോ ആയിഷ? ഞാൻ അതുകൊണ്ടാണ് ഈ ചെയ്യുന്നത്, അല്ലാഹുവിന് നന്ദി ചെയ്യാൻ. ആര്? ലോകത്തിന്റെ ഗുരു റഹ്മത്തുൽ ലിൽ ആലമീൻ അല്ലാഹുവിന്റെ മെഹബൂബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും കഷ്ടപ്പെട്ടില്ലെങ്കിലും ഹബീബിനെ അല്ലാഹു സ്വർഗത്തിൽ കൊണ്ടുപോവില്ലേ? ഹബീബ് അലാ ഇല്ലിയീനിലേക്ക് ഉയരില്ലേ? ഹബീബിന് അല്ലാഹു മഖാമും മഹ്മൂദ് കൊടുക്കില്ലേ? എന്നാലും അല്ലാഹുവിന് ഞാൻ ധാരാളം അധ്വാനിക്കേണ്ടവനല്ലേ? ഞാൻ അധ്വാനിച്ചിട്ടുണ്ടോ? എന്റെ ആഖിറത്തിന്റെ സ്ഥിതി എന്താണ്? എന്റെ പരലോകത്തേക്ക് ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? എന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ? ഒരു ദിവസം കഴിയുമ്പോൾ 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും എനിക്ക് അല്ലാഹു പൊരുത്തപ്പെട്ടു തരാത്ത എത്ര ഗുരുതരമായ തെറ്റുകൾ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചുവോ ഒന്ന് പുറത്തു തരാൻ? ഞാൻ അല്ലാഹുവിനോട് മാപ്പിനെ ചോദിച്ചുവോ? മുഹാസബത്തുൻ നഫ്സ് ഞാൻ ചെയ്തിട്ടുണ്ടോ? എന്റെ ശരീരത്തോട് ഞാനൊരു ഹിസാബ് നടത്തിയിട്ടുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഈത്തപ്പന തോട്ടത്തിൽ ഉമർ എന്നവരെ കണ്ടു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരു തോട്ടത്തിന്റെ ഉള്ളിൽ, ഈത്തപ്പന തോട്ടമാണ്, വിജനമാണ്, രാത്രി ആരുമില്ല. ആ സമയത്ത് തോട്ടത്തിന്റെ ഉള്ളിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുന്നുണ്ട്, അൻത അമീറുൽ മുഅ്മിനീൻ, നീയാണോ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീർ? നീയാണോ ഉമറേ സത്യവിശ്വാസികളുടെ നേതാവ്? എന്തുകൊണ്ട് ഉമറേ ഇന്നലെ രാത്രി നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചില്ല? എന്തുകൊണ്ട് ഉമറേ സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമെങ്കിലും 2 റക്അത്തെങ്കിലും എന്തുകൊണ്ട് നിങ്ങൾ നിസ്കരിച്ചില്ല? മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ആ തോട്ടത്തിന്റെ അരികിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ആരാണാവോ ഈ ഇരുട്ടിന്റെ മറവിൽ ഉമർ എന്നവരെ ചോദ്യം ചെയ്യുന്നത് എന്നറിയാൻ ഒന്നരികത്തേക്ക് നടന്നു. ആളറിയാതെ മെല്ലെ പാത്തും പതിഞ്ഞും മെല്ലെ നടന്നു വന്നു. ഉമർ തങ്ങളുടെ അരികത്ത് വന്നിരുന്നു. ഉമർ തങ്ങൾ കാണുന്നില്ല. ഉമറേ, നീയാണോ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവ് ഉമറേ, നീയാണോ മുഅ്മിനീങ്ങളുടെ അമീർ? നീ എന്ത് ചെയ്തു? നീ എന്താണ് ഇന്നലെ തഹജ്ജുദ് നിസ്കരിക്കാതിരുന്നത്? എന്തുകൊണ്ട് ഉമറേ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഇന്നലത്തെ രാത്രിയിലെ സുന്നത്ത് നിസ്കാരം എന്തുകൊണ്ട് ഒഴിവാക്കി? ഇങ്ങനെ വിളിച്ചു ചീത്ത പറയുന്നുണ്ട്. ആരുമല്ല ചീത്ത പറയുന്നത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തെയാണ് ചീത്ത പറയുന്നത്, സ്വന്തം ശരീരത്തെ. എന്നിട്ട് പറഞ്ഞു, ഉമറേ ഇന്നലെ രാത്രി നിങ്ങൾ കിടന്നുറങ്ങി ആസ്വദിച്ചുവല്ലോ, അതുകൊണ്ട് 1 വർഷക്കാലത്തേക്ക് ഉമറേ നിങ്ങൾക്കിനി ഉറക്കമില്ല. ഇനി നിങ്ങൾക്ക് ഉറങ്ങാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല ഉമറേ. ശരീരമേ, 1 കൊല്ലത്തേക്ക് നിനക്കിനി ഉറക്കമില്ല. എന്തുകൊണ്ട് ഇന്നലെ രാത്രി ആ ഒരു സുന്നത്ത് പോലും നിസ്കരിക്കാതെ നീ ഉറങ്ങി? ഫർള് ഒഴിവാക്കിയതിലല്ല ഉമർ തങ്ങൾ ശിക്ഷിക്കുന്നത്. തറാവീഹ് ഒഴിവാക്കിയതിലോ വിത്ർ നിസ്കാരം നഷ്ടപ്പെടുത്തിയതിലോ റവാത്തിബ് സുന്നത്ത് നഷ്ടപ്പെട്ടതിലോ ഒന്നുമല്ല. തഹജ്ജുദ് നിസ്കാരം, ഖിയാമുൽ ലൈൽ 1 കൊല്ലം ഉമർ റളിയല്ലാഹു അൻഹു ഉറങ്ങിയിട്ടില്ലെന്ന ചരിത്രമാണ്. അതിന്റെ പിന്നിലുള്ള രഹസ്യം ഒരു രാത്രിയിലെ ഈ ഒരു ചെറിയ വീഴ്ച എന്ന് പറഞ്ഞുകൂടാ ഒരു നന്മ ചെയ്യാൻ സാധിക്കാതെ പോയത്. നമുക്കൊക്കെ പിന്നെ ഉറങ്ങാൻ പറ്റുമോ? ജീവിതത്തിൽ ഉറങ്ങാൻ പറ്റുമോ? ഈ ഒരു മുഹാസബ, ഞാൻ എന്റെ ശരീരത്തോട് ചെയ്യുന്ന വിചാരണ, ഞാനും അല്ലാഹും തമ്മിലുള്ള എന്റെ ബന്ധത്തിൽ ഈ ഗൗരവം ഞാൻ സൂക്ഷിക്കുന്നുണ്ടോ? സ്വന്തം ജോലി നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ അല്ലാഹുവിന്റെ വിഷയം ശ്രദ്ധിക്കുന്നുണ്ടോ? മക്കളോട് നമുക്ക് സ്നേഹമുള്ള പോലെ അതിലേറെ അല്ലാഹുവിനോട് സ്നേഹമുണ്ടാവേണ്ടവരല്ലേ, നമുക്ക് ആ സ്നേഹം കൽബിൽ തോന്നുന്നുണ്ടോ? എന്റെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്ത്? എന്റെ ഇബാദത്തിന്റെ കഥ എന്ത്?
എന്റെ ആരാധനയുടെ കഥയെന്ത്? ഞാൻ ചൊല്ലുന്ന ദിക്റുകളുടെ അർത്ഥമറിയുന്നുണ്ടോ? ഞാൻ ചൊല്ലുമ്പോ എന്റെ മനസ്സിലേക്ക് അത് കയറുന്നുണ്ടോ? ഇങ്ങനെ തുടങ്ങി ഒരു മുഅ്മിനായ മനുഷ്യൻ സദാ ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ, നിങ്ങളെ അല്ലാഹു വിചാരണ ചെയ്യാൻ പോകുന്നുണ്ട്, അതിന്റെ മുമ്പായി നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ ചെയ്യണേ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. ഉമർ തങ്ങളുടെ വയറിന് കുത്തേറ്റ് കിടക്കുകയാണ്. ഒരു ശത്രു വന്ന് കുത്തി, ബഹുമാനപ്പെട്ടവരുടെ കുടൽമാലകൾ പുറത്തു ചാടി. ഉമർ റളിയല്ലാഹു അൻഹുവിന് കുടിക്കാൻ ഒരു ഗ്ലാസ് പാല് കൊടുത്തു. ആ കുടിച്ച പാല് മുഴുവനും പുറത്തേക്ക്. ബഹുമാനപ്പെട്ടവർ ഈ ദാരുണമായ ഈ കുത്തേറ്റ് ബഹുമാനപ്പെട്ടവർ വഫാത്താകുമെന്ന് സ്വഹാബത്ത് ഉറപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നു. ഒന്ന് തുന്നിപ്പിടിപ്പിക്കാനുള്ള സൗകര്യമില്ല, ഒന്ന് സർജറി ചെയ്യാനുള്ള വകയില്ല, കുടൽമാലകൾ പുറത്തായിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഓരോരുത്തരും കാണാൻ വേണ്ടി വരുന്നു. ലാ ബഅസ് തുഹൂറുൻ ഇൻഷാ അല്ലാഹ്. ഉമർ എന്നവരെ സാരമില്ല, എല്ലാം സുഖമാവും, എല്ലാം സുഖമാവും, സാരമില്ല എന്ന് ആശ്വസിപ്പിക്കാൻ ഓരോരുത്തരും കടന്നു വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, യാ ഫതാ റുദ്ദൂ 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 ഹാദൽ ഫതാ, ഈ ചെറുപ്പക്കാരനെ ഒന്നെന്റെ മുമ്പിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പറയണം. ആ ചെറുപ്പക്കാരൻ വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചെറുപ്പക്കാരാ, നിങ്ങളുടെ വസ്ത്രം ഞെരിയാണിക്ക് താഴെയാണല്ലോ, നിങ്ങളത് ഉയർത്തി വെച്ചേക്കണം, നീ പൊയ്ക്കോ. അസ്ഹാബ് ഓരോരുത്തരും വേറെയും വന്നു, ദീനീ ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മരണത്തെ കൺമുമ്പിൽ കാണുന്ന രംഗത്ത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാനത്തെ ഒരു വാക്കുകൂടെ പറയാൻ പോകുന്നു. അസ്ഹാബുകളെ, ഞാൻ യാത്ര പറയുകയാണ് നിങ്ങളോട്, എല്ലാവരും അരികത്തേക്ക് വരിൻ. എല്ലാവരും വിളിച്ചു വരുത്തി. ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ വസിനൂ ഖബ്ല അൻ തൂസനൂ. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്തേക്കണം. ഞാൻ എന്നെ വിചാരണ ചെയ്യാ, നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്യാ. ഇന്ന് വിചാരണ നടക്കുന്നുണ്ട്, ബാക്കിയുള്ളവരെ ഒരാളെ മറ്റൊരാളെ വിചാരണ ചെയ്യുന്നുണ്ട്. നമ്മൾ സ്വയം ഞാൻ എന്നെ വിചാരണ ചെയ്യാ. നമ്മൾ ഓരോരുത്തരും അവനവന്റെ ശരീരത്തെ വിചാരണ ചെയ്യാം. അള്ളാഹുവിനോടുള്ള എന്റെ കടപ്പാടുകൾ ഞാൻ എത്ര ഗൗരവത്തിലാ സ്വീകരിച്ചത്, അല്ലെങ്കിൽ എത്ര നിസ്സാരമായിട്ടാണ് സ്വീകരിച്ചത്? ഒരു വിചാരണ ചെയ്യൻ. എത്ര നന്മകളാണ് ഒരു ദിവസം ചെയ്തത്, എത്ര തിന്മകളാണ് ഒരു ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ നിങ്ങൾ വിചാരണ ചെയ്താൽ അല്ലാഹു നാളെ നിങ്ങളുടെ അമലുകൾ തൂക്കി നോക്കാൻ പോകുന്നുണ്ട്. വൽ വസ്നു ഹഖ്ഖുൻ, നാളെ അമലുകൾ തൂക്കുക എന്ന് പറഞ്ഞത് സത്യമാണ്. അമലുകൾ അല്ലാഹു തൂക്കാൻ പോകുന്നുണ്ട്. അല്ലാഹു തൂക്കി നോക്കുന്നതിന് മുമ്പായി നിങ്ങൾ സ്വയം ഒന്ന് തൂക്കി നോക്കണേ. വസിനു ഖബ്ല അൻ തൂസനു വദാലിക അജ്ദർ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം. നാളെ പരലോകത്ത് ഏറ്റവും ലഘുവായ വിചാരണ, നാളെ ഏറ്റവും ലഘുവായ വിചാരണ വേണമെങ്കിൽ ഇവിടെ ഒരു വിചാരണ ചെയ്തേക്കണം. നാളെ നമ്മുടെ തുലാസ് നന്മ കൊണ്ട് കനം തൂങ്ങണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് തൂക്കി നോക്കണേ. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണത്. അത് നിങ്ങൾ ചെയ്യണേ, സ്വയം ഒന്ന് വിചാരണ ചെയ്യണേ എന്ന് വഫാത്തിന്റെ മുമ്പ് അവസാനമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമ്മത്തിന് നൽകിപ്പോന്ന ഉപദേശമാണത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇബ്നു സമ്മാർ റളിയല്ലാഹു അൻഹു 60 വയസ്സായിരിക്കുന്നു. ഇബ്നു സമ്മാർ റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം വെറുതെ അങ്ങനെ ആലോചിച്ചു, എനിക്കെത്ര വയസ്സായി? 60ആയി. അറബ് മാസം കണക്കുകൂട്ടിയാൽ 60 വയസ്സുള്ള ഒരാൾ 21,900 ദിവസങ്ങൾ ജീവിച്ചിരിക്കും. 21,900 ദിവസം. ബഹുമാനപ്പെട്ടവർ ഒരു വാക്കാണ് പറഞ്ഞത്, യാ അല്ലാഹ്, 21,900 ദിവസം നീ തന്ന ഭക്ഷണം കഴിച്ച്, നീ തന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഞാൻ ജീവിച്ചുവല്ലോ അല്ലാഹ്. 60 വയസ്സ് മാത്രമുള്ളപ്പോ 21,900. അല്ലാഹുവേ, ഈ ജീവിതകാലത്തിൽ ഒരു ദിവസം ഒരു തെറ്റ് എന്ന കണക്കിൽ ഞാൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം മിനിമം ഒന്ന്, ഒരു തമാശ പറഞ്ഞപ്പോ നുണ പറഞ്ഞത്, കളവ് പറഞ്ഞത്,
കണ്ണിനെ സൂക്ഷിക്കാതിരുന്നത്, നാവ് സൂക്ഷിക്കാതെ പറഞ്ഞു പോയത്, കാത് സൂക്ഷിക്കാതിരുന്നത്, കൽബ് കൊണ്ട് തിന്മയെപ്പറ്റി ചിന്തിച്ച് ആലോചിച്ച് തിന്മയുടെ പിന്നാലെ കൽബ് കൊടുത്തത്, അറിയാതെ വന്നു പോയതല്ല, കൽബ് കൊണ്ട് അസ്മ ചെയ്ത തിന്മകൾ. ഇങ്ങനെ നോക്കി ഒരു ദിവസം ഒരു തെറ്റ്, ഇതിലേതെങ്കിലും ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് എന്റെ കിതാബ് അള്ളാഹു എന്റെ കൈകളിൽ നൽകുമ്പോൾ 21,900 തെറ്റുകൾ എന്റെ കിതാബിൽ എനിക്ക് വായിക്കേണ്ടി വരും. ഒരു ദിവസം ഒന്ന് ചെയ്താൽ തന്നെ 21,900. നമ്മൾ വിചാരിക്കില്ലേ എന്തായിരിക്കും ഹിസാബെന്ന്? ബഹുമാനപ്പെട്ടവർ ചിന്തിച്ചു, അല്ലാഹുവേ, ഒരു ദിവസം ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, എത്ര തെറ്റുകൾ ഒരു ദിവസം ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ 21,900 ദിവസങ്ങളിലേക്കെന്ന് ചേർത്ത് വെച്ചാൽ എത്ര വലിയ പാപങ്ങളുടെ റെക്കോർഡുമായിട്ടാണ് അല്ലാഹുവേ ഞാൻ നിന്നെ കണ്ടുമുട്ടാൻ പോകുന്നത്. ഒരട്ടഹാസമാണ്. നോക്കുമ്പോൾ വഫാത്തായിരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ ഒരു ചിന്ത താങ്ങാൻ കഴിയാതെ അട്ടഹാസം വിട്ട് ലോകത്തോട് വിട പറഞ്ഞ അല്ലാമ ഇബ്നു സ്വമ്മ റളിയല്ലാഹു തആല അൻഹു. നമ്മളൊന്ന് ആലോചിക്കുക, അല്ലാഹുവിന് വേണ്ടി ഒന്ന് ചിന്തിക്കുക, ഒരു ആത്മപരിശോധന നടത്തുവിൻ. നാളത്തേക്കുള്ള നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുവിൻ. വിലപ്പെട്ട സമയം അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് ചെലവഴിക്കുവിൻ. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതം അർത്ഥവത്തുള്ളതായി, അള്ളാഹുവിന് പൊരുത്തപ്പെട്ടതായി, അവൻ ഇഷ്ടപ്പെടുന്നതായി, അള്ളാഹുവിന്റെ തൃപ്തിയിൽ മരണം വരെ ജീവിക്കുന്ന ഓരോ നിമിഷവും ഓരോ ദിവസവും നന്മകൾ വർദ്ധിക്കാനും തിന്മകൾ പൊറുക്കപ്പെടാനും കാരണമാകുന്ന വിധം ജീവിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, നമ്മുടെ സ്നേഹിതന്മാർ, സുഹൃത്തുക്കള്, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മെ സഹായിച്ചവർ, നമ്മോട് കുടുംബ ബന്ധമുള്ളവർ, സുഹൃബന്ധമുള്ളവർ, എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ക്ഷമിക്കണേ, നമ്മൾ ഈ പന്തലൊക്കെ ഇട്ടതുകൊണ്ടായിരിക്കും. നല്ല മൈക്ക് സെറ്റാണ് നമ്മുടേത്. പക്ഷെ ഈ ബാക്കിലൊക്കെ ഈ മൈക്ക്, ഈ മറ്റേ സ്പീക്കർ ബാക്കിൽ തൊട്ടടുത്തൊക്കെ വെച്ചാലേ ഇവർക്ക് മൈക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഒരു ഗ്രൗണ്ടിൽ വെക്കേണ്ട സംവിധാനം ഇവിടെ ഉണ്ട്. ഒരു ഗ്രൗണ്ടിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മൈക്ക് സെറ്റാണ് നമ്മുടെ അടുത്തുള്ളത്. ഇപ്പൊ ചെറിയ സ്ഥലമാകുമ്പോൾ എന്ത് ചെയ്യും, തുറക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് വലിയ പ്രയാസത്തിലാണ് ഇതുവരെ കൊണ്ടുപോയത്. അപ്പോ ക്ഷമിക്കണം, ഞാൻ വളരെ ലൈഫായ ആളാണ്, വളരെ ദുർബലനാണ്. നല്ലൊരു മൈക്കില്ലെങ്കിൽ, മൈക്കിന്റെ മോശമല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ മഴയും ചുറ്റുപാടൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ നീട്ടിക്കൊണ്ടുപോവാത്തത്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നമ്മൾ വലിയൊരു ഗ്രൗണ്ടിൽ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള വലിയ സെറ്റുകളാണ് ഞങ്ങൾ ഇവിടെ വാങ്ങിച്ചത്. അപ്പൊ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ചെറിയ സ്ഥലത്ത് ചെറുത് മതി. ഇതൊരു 10,000-60,000 ആൾക്കൊക്കെ കേൾക്കാൻ പറ്റുന്ന സംവിധാനത്തിലുള്ള അത്രയും നല്ല മൈക്ക് സെറ്റാണ് ഇവിടെ ഉള്ളത്. അൽഹംദുലില്ലാഹ്. അപ്പൊ നമുക്ക് ചെറിയ സ്ഥലത്ത് തുറക്കാൻ പറ്റില്ല, വിസിൽ വരും, കൂക്ക് വരും. എനിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അതങ്ങ് ഒരു ആശ്വാസത്തിൽ പറയാൻ പറ്റുന്നില്ല. അപ്പോ സാരമില്ല, നമ്മൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കാനാണ് ഉദ്ദേശിച്ചത്. നിങ്ങളത് ആ വിഷയം ഉൾക്കൊണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അതിനൊക്കെ അള്ളാഹു കൂലി തരട്ടെ. നിങ്ങൾ വന്നതും ഇവിടെ വന്നതും ഇനി ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ച ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ഗൾഫിലുള്ള ആളുകൾ, ഈ പരിപാടി ലൈവായിട്ട് വീക്ഷിച്ച ആളുകൾ, അത് ടെലികാസ്റ്റ് ചെയ്ത നമ്മുടെ സുഹൃത്തുക്കൾ, ഇവിടുത്തെ ഇസ്ലാമിക് സെന്റർ, ശംസുൽ ഉലമ മെമ്മോറിയൽ ഇസ്ലാമിക് സെന്റർ ആലക്കാട്, ഇതിന്റെ ഭാരവാഹികൾ, പ്രവർത്തകന്മാർ, നിങ്ങൾ ചെയ്യുന്ന ആ നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ ഇതുവരെ പറഞ്ഞ പോലെ നമുക്ക് പ്രോത്സാഹനം കിട്ടിയാലും ഇല്ലെങ്കിലും, ആളുകൾ പ്രശംസിച്ചാലും ഇല്ലെങ്കിലും നന്മകളാണ്. അത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാൻ, അതിനാരെയും കാത്തിരിക്കേണ്ട, നല്ല ഉന്മേഷത്തോടുകൂടെ എന്ത് ത്യാഗം സഹിച്ചും അള്ളാഹുവിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. മയ്യത്ത് പരിപാലനമടക്കം പാവപ്പെട്ടവർക്ക് ചെയ്യുന്ന റിലീഫും, ഇവിടുത്തെ കോച്ചിങ് ക്ലാസ്സുകളും റിലീഫ് പ്രവർത്തനങ്ങളും എല്ലാം, മജ്ലിസുൻ നൂറും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാം ഭംഗിയായി നടത്താൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഏതാനും തേൻ കുപ്പികളുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും എന്ത് ചെയ്യുക, അത് സംഘാടകർ കൊണ്ടുതരും. നമ്മൾ ലേലം വിളിച്ച് അതിന് അത്രയും സമയം നമ്മുടെ മുമ്പിലില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അത് എന്ത് ചെയ്യുക, സൗകര്യപ്പെടുന്ന ആളുകൾ ഒരു നല്ല സംഖ്യ കൊടുത്തിട്ട് ഈ പരിപാടിയോട് സഹകരിക്കുക. നമ്മുടെ
ഖതീബ് ഉസ്താദ് അവറുകൾ അതിലേക്ക് റുഖിയ ചെയ്യുന്നുണ്ട്. റുഖിയ ശർഇയ്യ മന്ത്രിച്ച് ഊതുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞതിന്റെ ശേഷം നമ്മുടെ സദസ്സിലേക്ക് ഇത് കൊണ്ടുവരും. നിങ്ങൾ എന്ത് ചെയ്യുക, കഴിയുന്ന ആളുകളൊക്കെ നല്ല ഒരു സംഖ്യ കൊടുത്തു. ഇത്രയും നമുക്കതിന് കണക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പൊരുത്തപ്പെട്ട് സമസ്തയിലെ ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി, നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഈ സെന്ററിന് വേണ്ടി, ഇവിടുത്തെ മറ്റു പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഒരു പ്രാതിനിധ്യം ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നമ്മൾ ദുആ ചെയ്തുകൊണ്ട് പിരിയാൻ പോവാണ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി അപേക്ഷിച്ചവര്, കൈകാലുകൾ തളർന്ന് നമ്മുടെ സുഹൃത്തിന്റെ ഒരു ബന്ധു ബോംബെയിൽ നിന്ന് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കട്ടെ. അള്ളാഹു ശിഫ കൊടുക്കണേ പടച്ചവനെ. ക്യാൻസർ ബാധിച്ച ഒരു സഹോദരി ഇതിന്റെ പരിസര പ്രദേശങ്ങളിലുണ്ട്. അള്ളാഹു ആ സഹോദരിക്കും ശിഫ കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസുഖമായി കിടക്കുന്ന ഒരുപാട് ആളുകൾ കിഡ്നി സംബന്ധമായ ബുദ്ധിമുട്ടിലും, ഒരു സുഹൃത്ത് അവരുടെ ഉമ്മ വീണ് കൈകാലുകളൊക്കെ പൊട്ടിക്കിടക്കുകയാണ്. ആ ഉമ്മാക്ക് വേണ്ടിയും ദുആരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ദുആരക്കാൻ പറഞ്ഞില്ലെങ്കിൽ തന്നെയും അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആഇന്റെ പരിധികളിൽ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിലേക്കൊക്കെ എത്തി നോക്കാൻ കഴിവുള്ളവനാണ്, മുത്തലിഉൻ അലൈന. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വിഷയം ഈ ഇൽമിന്റെ മജ്ലിസിൽ വെച്ച് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വിഷയം അവതരിപ്പിക്കാം. ഉദ്ഉല്ലാഹു അൻതും മുഖിനൂനൽ ഇജാബ. ഉത്തരം അല്ലാഹു നൽകുമെന്ന ഉറപ്പിൽ തന്നെ ദുആയിലേക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. ഇനി ആമീൻ കഴിഞ്ഞിട്ട് പോയാൽ മതി. എല്ലാവരും ഇരിക്കും. അൽഹംദുലില്ലാഹ്. എന്റെ ദുആഇന്റെ ഇടയിൽ തന്നെ ആ തേൻകുപ്പി മന്ത്രിച്ചത് നിങ്ങളുടെ മുമ്പിലേക്ക് വരിക. നിങ്ങൾ എന്ത് ചെയ്യുക, കിട്ടുന്ന ആകെ 10 ആൾക്കേ ചാൻസ് ഉള്ളൂ. എന്ത് ചെയ്യുക, എന്തെങ്കിലും നിങ്ങൾ നല്ലൊരു സംഖ്യ കൊടുത്തിട്ട് അത് സ്വീകരിക്കണേ. അൽഹംദുലില്ലാഹി